ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം വന്ദേ ഗുരുപരമ്പരാം. ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സംസരസ്വതീ നമഃ. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം നമഃ ശിവായ ശിവായേ നമഃ. ഓം പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം, ശ്രീഗുരുവായൂരപ്പാ ശരണം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ, നാരായണി നമോസ്തുതേ. ഓം ഹ്രൂം നമഃ പരായ ഗോപ്ത്രേ നമഃ. ഓം വജഭുവേ നമഃ. ഓം സർവതാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം ഹ്രീം നമഃ. ഓം ഐം ക്ലീം രക്തേശ്വരിയേ നമഃ. ഓം നമോ നാരായണായ രക്ഷസമൂർത്തയേ നമഃ. പുത്തൻകാവിലമ്മേ ശരണം, പെരുമ്പാലൂരമ്മേ ശരണം, ശ്രീധർമ്മശാസ്താവേ ശരണം, ഹനുമൻ സ്വാമിയേ ശരണം, ശ്രീ അന്നപൂർണേശ്വരിയേ ശരണം. സർവതാഭ്യോം ദേവതാഭ്യോം നമഃ. ഓം വാണീ ദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനി ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശുകളവാനെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാം, ശ്രീമൂകാംബികാം സദാം, ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിൽ ശാംഭവം എന്ന ശ്രീമദ് ശിവപുരാണ ജ്ഞാനയജ്ഞത്തിൻ്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ പുണ്യ ദിവസത്തിലേക്ക് വിനീതമായ സ്വാഗതം. എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഈയൊരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വാക്കും ചിന്തയും പ്രവർത്തനവുമെല്ലാം ഒരുപോലെയായി മാറുവാനും അനുഗ്രഹീതമായി തന്നെ നിലകൊള്ളുവാനുമൊക്കെ ജഗദീശ്വരൻ നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ശ്രീമദ് ശിവപുരാണം നമുക്കറിയാം, അനുഗ്രഹീതമായിരിക്കുന്ന തലങ്ങളോടുകൂടി തന്നെ നന്മകളും ഗുണങ്ങളുമെല്ലാം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഗുണങ്ങളെ നമുക്ക് നൽകിയ ഉത്തമമായിരിക്കുന്ന ഒരു സങ്കല്പമാണ്. അപ്പോൾ ഈ സങ്കല്പത്തിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരുപാട് നല്ല
ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ഉണ്ട്. ആനന്ദദായകമായിരിക്കുന്ന ഗുണങ്ങളോടുകൂടി തന്നെ എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നമുക്ക് ഓരോരുത്തർക്കും നൽകുമ്പോൾ തന്നെ ശ്രീമദ് ശിവപുരാണത്തിൻ്റെ പുണ്യമാർന്ന ഗുണത്തെ സ്വീകരിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി ചിന്തിക്കപ്പെടേണ്ടത്. ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിലൂടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്ന പുണ്യതകളെയും അതോടൊപ്പം തന്നെ വിധി നിഷേധങ്ങളെയും ഒക്കെ നാം അറിയുകയും ആചരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യപ്പെടുമ്പോഴാണ് നമുക്ക് ഇവയെല്ലാം നമ്മളെ സ്വാധീനിക്കപ്പെടുന്നത്. ഈ സ്വാധീനത്തെയാണ് നാം ജീവിതത്തിൽ അനുഗ്രഹങ്ങളായി എന്ന് നമ്മൾ പറയുന്നത്. എനിക്കതൊരു വലിയ അനുഗ്രഹമായി എന്ന് നമ്മൾ പറയും. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വ്യക്തിയെ പോലെ തന്നെ, ഇപ്പം ശ്രീ അജീഷ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അദ്ദേഹം വീഡിയോ എഡിറ്റിങ് തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ പലപ്പോഴും നല്ല കാര്യങ്ങൾ അറിയാൻ അജീഷുമായി സംസാരിക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയുന്നത് ഞാൻ. അപ്പോൾ ഞാൻ പലപ്പോഴും പറയൂ, അജീഷിനെ പരിചയപ്പെട്ടത് വളരെ അനുഗ്രഹമായി. അങ്ങനെ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ പരിചയപ്പെടുമ്പോഴൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അയ്യോ അദ്ദേഹത്തെ പരിചയപ്പെട്ടത് വളരെ നല്ലൊരു അനുഗ്രഹമായി, അല്ലെങ്കിൽ ഒരാളോട് വഴി ചോദിച്ചത് എന്തായാലും അത് നന്നായി എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? ആ വ്യക്തിയുടെ സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു കാര്യം കൊണ്ടുള്ള സ്വാധീനം നമുക്ക് നല്ലതും നന്മകളും നമുക്ക് വന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള തലത്തിൽ ചിന്തിക്കപ്പെടുമ്പോൾ ശ്രീമദ് ശിവപുരാണം നമുക്ക് കുടുംബജീവിതത്തിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന തലങ്ങളിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉത്തമമായിട്ട് ഓരോ സാധാരണക്കാരും അറിഞ്ഞിരിക്കേണ്ടത് എന്താണെന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത് ശ്രീമദ് ശിവപുരാണമാണ്. അത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഭാര്യയോട് ഭാര്യയാകുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഭാര്യയായിരിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ടതും അറിയേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്ന പുണ്യമാർന്ന അറിവുകളാണ്. ഈ അറിവുകളെ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണമെന്നാണ് ജഗദീശ്വരന്മാർ, ഋഷീശ്വരന്മാർ ആഗ്രഹിച്ചിരുന്നത്. നമ്മൾ പലതിനെയും പല തലത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ നമ്മൾ ചെയ്യാറുമുണ്ട്. പലപ്പോഴും പലതും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകാറുമുണ്ട്. അറിയുന്തോറും കൂടുതൽ അറിയുവാനുള്ള ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ ഓരോ കാര്യങ്ങളും ഇന്ന് നമുക്കറിയാം, ഇന്ന് കുചേല ദിനം എന്നുള്ള ഏറ്റവും വിശേഷമായിരിക്കുന്ന ശ്രേഷ്ഠമായൊരു ദിവസമായിരുന്നു. ആ ദിവസത്തിൽ നമ്മൾ ഒരുപാട് പേർ ക്ഷേത്രങ്ങളിൽ, വിഷ്ണു ക്ഷേത്രങ്ങളിൽ അവൽക്കിഴികൾ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവയെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഓരോ തരത്തിലുള്ള അറിവുകളും നമ്മളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഉപകാരപ്രദമാകുന്ന വിധത്തിലുള്ള തത്വങ്ങളെയും ധർമ്മങ്ങളെയും നീതികളെയുമെല്ലാം നമുക്ക് പല വിധത്തിൽ, പല രൂപങ്ങളിൽ, പല വിധാനത്തോടുകൂടി തന്നെ നമുക്ക് ഇത് അറിയിച്ചു തരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യം. ആനന്ദദായകമായിരിക്കുന്ന ഗുണങ്ങളെയെല്ലാം സ്വീകരിക്കപ്പെടുവാൻ, എല്ലാ വിധത്തിലുള്ള ഗുണങ്ങളും നന്മകളും നമുക്ക് സ്വീകരിക്കപ്പെടുവാൻ, ഇതുപോലെയുള്ള കർമ്മങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന പുരാണങ്ങളിലും അല്ലെങ്കിൽ വേദങ്ങളിലും അല്ലെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന അറിവുകളെ, ഈ അറിവുകൾ സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളിലേക്കൊക്കെ ഒരു ഗുണകരമായി വന്ന് ഭവിക്കണമെങ്കിൽ അവർക്ക് അതിനോട് ചേർന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മനോഹാരിതകൾ കൂടി അതിൻ്റെ ഭാഗമാക്കണം. അങ്ങനെ വന്ന മനോഹാരിതകളിൽ ഒന്നാണ് ഭഗവാൻ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമെല്ലാം. നമ്മൾ ഇന്നലെ പറയുകയുണ്ടായി, ഭഗവാൻ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം കഴിഞ്ഞു എന്ന്. ഭഗവാൻ പരമേശ്വരൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം കഴിഞ്ഞ് അവർ തിരികെ കൈലാസത്തിലേക്ക് പോകുവാനായി തയ്യാർ ചെയ്യുന്ന സമയത്ത്, ആ പോകുന്നതിൻ്റെ പണ്ടുകാലത്ത് 4 ദിവസത്തെ ചടങ്ങുകളായിരുന്നു. ആ 4 ദിവസത്തെ ചടങ്ങുകൾ കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി കൈലാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മയായിരിക്കുന്ന മേന മകളോട് പറയുന്നുണ്ട്, മകളെ, നീ ഇപ്പോൾ മുതൽ നീ ഒരു പുതിയ തലത്തിൽ നിൽക്കുന്ന ഒരു സ്ത്രീത്വമാണ്. കാരണം ഇതുവരെ നീ എൻ്റെ മകളായിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മകൾ എന്നുള്ള തലത്തിൽ നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടി മാത്രമായിരുന്നു. ആ പെൺകുട്ടിയിൽ നിന്നും ഒരു പുരുഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു അന്യ പുരുഷന്റെ കൈ പിടിച്ചുകൊണ്ട്
ഒരു പ്രധാനമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന ചിന്തകളെയും വിധാനങ്ങളെയും ഒക്കെ അറിയുവാനും അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാനുമൊക്കെ പൂർണ്ണമായ വിധത്തിൽ ഒരു നല്ല കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നീ തയ്യാറാകുകയാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അറിയേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിക്കുകയാണെങ്കിൽ ആ വാഷിംഗ് മെഷീനോടൊപ്പം തന്നെ ഒരു ചെറിയ ബുക്ക് കൂടി കമ്പനി നമുക്ക് തരും. എന്തിനാണ്? അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മേടിക്കുകയാണെങ്കിൽ ആ മൊബൈൽ ഫോണിനോടൊപ്പം ഒരു ചെറിയ ബുക്ക് കൂടി നമുക്ക് തരും. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതെങ്ങനെയെല്ലാം ഉപയോഗിക്കാം, ഇതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ എത്രമാത്രം ഉപകാരപ്രദമായി നമുക്ക് അത് കൂടുതൽ ലാസ്റ്റ് ചെയ്യും എന്ന് ഉള്ളതും. അതിൻ്റെ ഒരു ആയുസ്സും അത് പറയാറുണ്ട്. ഇത്ര മണിക്കൂറാണ് ഒരു മൊബൈലിനുള്ള ആയുസ് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ട്. ഇത്ര മാത്രം ഉപയോഗ മണിക്കൂറുകൾ അതിന് പറഞ്ഞു തരുന്നുമുണ്ട്. അതിൻ്റെ പ്രായമല്ല അതിൻ്റെ പ്രധാനപ്പെട്ടത്, അത് ഉപയോഗിക്കുന്ന സമയം എത്രത്തോളമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഓരോ ഉപകരണങ്ങളുമെല്ലാം. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു പുതിയ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും നമുക്ക് നൽകുന്ന ഇതുപോലെ ഒരു ബുക്ക് വേണം. എന്താണ്? ഇതെങ്ങനെയെല്ലാം ഒരു വീട്ടിൽ ചെന്നാൽ ഇതെങ്ങനെയൊക്കെ നമ്മൾ ജീവിതം ഉപയോഗിക്കപ്പെടണം. ആ ഒരു വെള്ളപ്പേപ്പറിനകത്ത് എഴുതുന്ന അങ്ങനെ ഒരു ബുക്കായിട്ടല്ല നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. ആ മനസ്സിലേക്ക് ചില പ്രധാനമായിരിക്കുന്ന അറിവുകളാണ് നൽകുന്നത്. ഈ അറിവുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു അമ്മയ്ക്ക് ഒരു മകളോട് പരിപൂർണമായ വിധത്തിൽ പൂർണ്ണമായി പറഞ്ഞു കൊടുക്കുവാൻ ചില പരിമിതികൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. ഒരു പക്ഷേ ഞാൻ ഇതെങ്ങനെ എൻ്റെ മകളോട് പറയും എന്ന് പക്ഷേ അവളോട് പറയണം, അവളിതറിയണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹവുമുണ്ട്, ആവശ്യവുമുണ്ട്. അപ്പോൾ ഇതെൻ്റെ മകളോട് ഞാൻ ഇതെങ്ങനെ പറയുമെന്ന് പരിഭ്രമിച്ച് സംശയിച്ച് നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷേ എൻ്റെ മകളോട് ഞാനല്ലാതെ മറ്റാരാണിതൊക്കെ പറയുക? അതിന് അമ്മ ചെയ്യുന്ന ഒരു കാര്യം, അമ്മ ഉത്തരവാദിത്തപ്പെട്ട അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അധികാരമുള്ള അറിയാവുന്ന ഒരാളോട് പറയും, എൻ്റെ മകളോട് വളരെ കാര്യമായി ഇതെല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയായി മാറപ്പെട്ട് കഴിയുമ്പോൾ അവളുടെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന തലങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ വളരെയധികം മാറ്റമുള്ളതാണ്. അതുവരെ ഉണ്ടായിരുന്ന സങ്കല്പങ്ങളിൽ നിന്നെല്ലാം ആ പെൺകുട്ടി വളരെയധികം മാറ്റമുണ്ടാകുകയാണ്. അത് ശാരീരികവും മാനസികവുമായിരിക്കുന്ന വിധത്തിൽ പുതിയ തലങ്ങളിലേക്കായി മാറുകയാണ്. പുതിയൊരു ലോകവും പുതിയൊരു സങ്കല്പങ്ങളും പുതിയ ഇഷ്ടാനിഷ്ടങ്ങളും പുതിയ സുഖങ്ങളുമെല്ലാം അവൾ അറിയുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് ഒരു ധാരണ എപ്പോഴും ആവശ്യമാണ്. നമ്മൾ പറയുമല്ലോ, ഒരു മുൻകൂർ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു ധാരണ നമുക്കെപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഒരു ധാരണ തൻ്റെ മകളായിരിക്കുന്നതും അതോടൊപ്പം തന്നെ മറ്റൊരു പുരുഷന്റെ ഭാര്യയായിരിക്കുന്നതുമായ ഒരാൾ, അതിനു മുമ്പ് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. കാരണം അന്നേരം ഇതെന്താണ് എന്ന് അറിയാതിരിക്കുന്ന ഒരു കാലമാണ്. ഇതിപ്പോൾ അറിയുകയാണ്. ആ അറിയുന്ന ഒരു കാലത്ത് ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യവും ബലവും കൂടുന്നത്. അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ മകളോട് പറഞ്ഞു തരാനായി ഒരു ബ്രാഹ്മണ സ്ത്രീ, അതായത് ബ്രാഹ്മണിമാർ എന്ന് പറയും, സപ്തർഷിമാരുടെ ധർമ്മപത്നിമാരായിരിക്കുന്ന ബ്രാഹ്മണിമാരോട് പറഞ്ഞു, ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്താണ് പതിവ്രത ധർമ്മം? എന്താണ് പതിവ്രത എന്ന് പറയുന്നത്? ഭർത്താവായിരിക്കുന്ന ഈശ്വരനെ വ്രതത്തോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്ന, ആചരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഭർത്താവാകുന്ന ഈശ്വരനോട് ഒരു നിഷ്ഠ ഉണ്ടാക്കിയെടുക്കുന്ന അവസ്ഥയാണ് പാതിവൃത്യം അല്ലെങ്കിൽ പതിവ്രത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരാളിനെയാണ് പതിവ്രത എന്ന് പറയുന്നത്. ഭർത്താവ് ഈശ്വരനാണ്, ഈശ്വരീയത്വമുള്ളവനാണ് തൻ്റെ ഭർത്താവ്. കാന്തി ഉള്ളത് കൊണ്ട് കാന്തൻ, രമിപ്പിക്കുന്നത് കൊണ്ട് രമണൻ, ഭരിക്കുന്നത് കൊണ്ട് ഭർത്താവ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു തൻ്റെ ഭർത്താവിനെ.
തൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം താൻ ആ ആളുടെ വാമഭാഗമാണ്, പാതി മെയ്യായി മാറേണ്ട ആളാണ്. ഒരു തരത്തിലുമുള്ള ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല. നമ്മൾ പറയും മനസ്സ് ഒന്നാണെങ്കിലും ശരീരം രണ്ടാണ് എന്ന് പറയും, സൗഹൃദത്തിന് പോലും. പക്ഷേ ഭർത്താവിനോടൊപ്പമുള്ള ഒരു ഭാര്യ പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ മനസ്സൊന്നും ശരീരവും രണ്ടാണെന്നല്ല, ഞങ്ങളുടെ ശരീരവും മനസ്സും ഒന്നാണ് എന്നാണ് പറയുക. അവിടെ ഒരു മാറ്റവും ഉണ്ടാകില്ല അവരുടെ ഇടയിൽ. കാരണം അവരുടെ ഇടയിൽ ഒരു തടസ്സങ്ങളില്ല, ഒരു മാറ്റങ്ങളില്ല, ഒരു പ്രത്യേകതകളില്ല. അവർ പരിപൂർണമായിട്ടും അവരുടെ ഇടയിൽ ഒരു തടസ്സങ്ങളുമില്ലാതെ, അവരുടെ ഇടയിൽ അവരെ യോജിപ്പിക്കുന്നതൊന്നുമില്ല, അവർ പരസ്പരം യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവർ രണ്ടുപേരും ഒന്നായി മാറുകയാണ്. എങ്ങനെയാണ്? വാക്കിനകത്ത് അർത്ഥമിരിക്കുന്നത് പോലെ. വാക്കിൻ്റെ എവിടെയാണ് അർത്ഥം ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷേ വാക്കിനകത്ത് അർത്ഥമില്ല എന്ന് ചോദിച്ചാൽ അർത്ഥമുള്ളത് കൊണ്ടാണ് ആ വാക്കിന് വിലയുണ്ടാകുന്നത്. അപ്പോൾ വാക്കിന് വിലയുണ്ടാകുന്ന അർത്ഥത്തെ, ആ വാക്കിന് വിലയെ ഉണ്ടാക്കിയെടുക്കുന്ന അർത്ഥത്തെയാണ് ഭാര്യയായി മാറുന്നത്. ഭർത്താവ് വാക്കാണ്, ഭാര്യയാണ് അതിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അർത്ഥം. നമുക്കറിയാം, ഒരു പുരുഷൻ നടന്നു നീങ്ങുന്ന സമയത്ത് ആ പുരുഷന്റെ മുഖഭാവങ്ങൾ അല്ലെങ്കിൽ പുരുഷനോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ആളിലുള്ള ചില സ്വഭാവ സവിശേഷതകൾ വരുമ്പോൾ നമ്മൾ പറയും, ഈ വിവാഹത്തിന് മുമ്പ് വരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു, വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ ആകെ ആള് മാറി, ഇല്ലേ? അവൻ ആളെ വളരെ മാറ്റമായി ആൾക്ക്. അത് നല്ലതാകാം, ചീത്തയാകാം. ഇങ്ങനൊന്നും അല്ലായിരുന്നു അവൻ പണ്ട് കാലത്ത്. അവൻ്റെ സ്വന്തം അമ്മ തന്നെ പറയും, ഇത്രയും കാലം അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഇപ്പോൾ അവന് വളരെയധികം വ്യത്യാസം വന്നു തുടങ്ങി. ഒരു കല്യാണം കഴിച്ചപ്പോൾ അവൻ ഇത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും എനിക്കറിയില്ലായിരുന്നു എന്ന് ഒരു വിവാഹിതയായ അമ്മയാണ് പറയുന്നത് എന്ന് ചിന്തിക്കണം. ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത് എപ്പോഴും അമ്മയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പതിവ്രതാധർമ്മം എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായിരിക്കുന്ന ഒരു അറിവ് നമ്മൾ ഓരോ പെൺകുട്ടികളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ മാതാപിതാക്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മൾ പറയും, എങ്ങനെയാണ് എൻ്റെ മകളോട്, മകളെ നീ പതിവ്രതയായിരിക്കണം എന്ന് പറയുമ്പോൾ ആ പാതിവൃത്യത്തിന് നാം മനസ്സിൽ കാണുന്ന ഒരർത്ഥം മാത്രമല്ല ഉള്ളത്. പലപ്പോഴും പാതിവൃത്യം എന്ന് അല്ലെങ്കിൽ പതിവ്രത എന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ അർത്ഥമാക്കുന്നത് ശാരീരികമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ശാരീരികമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മാത്രമല്ല പതിവ്രത എന്ന് പറയുന്നത്. ശാരീരികമായിരിക്കുന്ന ശുദ്ധിയുള്ളവൾ മാത്രമല്ല പതിവ്രത എന്ന് പറയുന്നത്. അതൊരിക്കലും പാതിവൃത്യത്തിൻ്റെ അത് ഏതാനും ഒരു ഭാഗം മാത്രമാകാം. ഒരു മരത്തിന് ആയിരക്കണക്കിന് ഇലകൾ ഉള്ളതുപോലെ അതിലൊരു ഇല മാത്രമാണ് അത്. പക്ഷേ അതിൽ ഒരുപാട് ഇലകളുണ്ട്, അതിൻ്റെ കാമ്പായിരിക്കുന്ന വേരുണ്ട്, അതിൻ്റെ തടിയുണ്ട്, അങ്ങനെ ഫലങ്ങളെല്ലാം ഉണ്ട് അതിലെല്ലാം. ഇവയെല്ലാം ചേരുമ്പോഴാണ് അതിൽ നിന്നും ഒരു തണല് നമുക്കുണ്ടാകുന്നത്. നല്ല വൃക്ഷമാണ്, പക്ഷെ അതിലൊരു ഇല പോലും ഇല്ലെങ്കിൽ അതുകൊണ്ട് നമുക്കൊരു തണലുമാകുന്നില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, പല ഭാര്യമാരും ജീവിതത്തിൽ തണലുകളാകുന്നില്ല. ഇതൊരിക്കലും ഒരു സ്ത്രീയെയോ ഒരു ഭാര്യയെയോ കുറ്റം പറയുന്നതല്ല. ഒരു പക്ഷേ ഇത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചർച്ചയിലേക്ക് കൊണ്ടുവരപ്പെടേണ്ടത് കൊണ്ട് ഇത് ഇത്ര കാര്യമായി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ മാനസികമായിട്ട് ഞാൻ അങ്ങനെ കുറച്ച് പറയുന്നുണ്ട് എന്ന് തോന്നുന്നെങ്കിൽ ദയവായി ക്ഷമിക്കണം. അത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വാക്കുകളായിരിക്കാം. എങ്കിലും വേദനകൾ ഉണ്ടാക്കുന്ന വാക്കുകൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ പ്രത്യേകമായി ശ്രമിക്കുന്നതാണ്. അങ്ങനെ യഥാർത്ഥമായിരിക്കുന്ന തലങ്ങളിൽ ഭാര്യ എന്ന് പറയുന്ന ഉത്തമ ഗുണങ്ങളോട് കൂടിയ ഒരു വ്യക്തിത്വമായിട്ട് എൻ്റെ മകൾ മാറണം. ശീലങ്ങളുള്ളവളാണ്, ശീലാവതിയായി നമ്മൾ പറയുന്നത്. അവൾ വലിയൊരു ശീലാവതി എന്ന് പറയില്ലേ? നല്ല ശീലങ്ങളുള്ളവളാണ് ശീലാവതിയായി മാറേണ്ടത്. നമ്മളുടെ മകളാണിത്, ഇല്ലേ? നമ്മളുടെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് എപ്പോഴും നമ്മളുടെ മകളാണ്. നമ്മളുടെ മകളോടാണ് നമുക്കിതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു പക്ഷേ നേരിട്ട് പറയാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുവാനുള്ളവരെ കൊണ്ട് നമ്മൾ പറയിക്കണം, നമ്മളുടെ മകൾ ഒരു പതിവ്രതയായിരിക്കണം,
നമ്മളുടെ മകൾ ഒരു ശീലാവതിയായിരിക്കണം, നമ്മളുടെ മകൾ ഒരു സുശീലയായിരിക്കണം, നല്ല ശീലമുള്ളവളായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ മകൾ ഒരു സുമംഗലിയായിരിക്കണം, നല്ല മംഗല്യമുള്ളവളായിരിക്കണം, അവൾ ദീർഘസുമംഗലിയുമായിരിക്കണം. അങ്ങനെ നമ്മളുടെ മകൾക്കുണ്ടാകേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ടായി. അവൾ സുന്ദരിയായിരിക്കണം, എൻ്റെ മകൾ സുന്ദരിയായിരിക്കണം. എന്താണ് സൗന്ദര്യം സ്ത്രീയുടെ? അവളുടെ സ്വഭാവമാണ്. അപ്പോൾ എൻ്റെ മകളുടെ സ്വഭാവം ഏറ്റവും സുന്ദരമാണെങ്കിൽ എൻ്റെ മകൾ സുന്ദരിയായി എന്ന് പറയപ്പെടുന്നത് പോലെ, നല്ല ശീലങ്ങൾ ഉള്ളത് കൊണ്ട് ശീലാവതിയായി മാറുന്നത് പോലെ, നല്ല വ്രതമായി തൻ്റെ ഭർത്താവിനോട് വ്രതത്തോടുകൂടി നിൽക്കുന്നത് കൊണ്ട്, തൻ്റെ ഭർത്താവിനെ ഈശ്വരനായി കണ്ടതുകൊണ്ട് പതിവ്രതയായി അവൾ മാറുന്നു. അപ്പോൾ പതിവ്രതയാകുമ്പോൾ അവളിൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. തൻ്റെ മകൾ ഇതാ പുരുഷനോട് കൂടി പോകുമ്പോൾ അവൾക്ക് കൊടുത്തു വിടേണ്ട ഏറ്റവും വലിയ ധനം, അവളുടെ ഗുണങ്ങൾ, ജീവിതത്തിൽ ഗുണങ്ങളായി നിൽക്കേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് അവൾക്ക്. ആ ഗുണങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് ഓരോന്നും നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം. ആദ്യമേ തന്നെ പറയുന്നു, പതിവ്രതകൾ അനവധിയുണ്ട്. പതിവ്രതകൾ അനവധിയുണ്ട്. ഈ ലോകത്ത് ധർമ്മത്തെ നിലനിർത്തപ്പെടുന്നത് ഇതുപോലെയുള്ള ചില ആചരണങ്ങളുമാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുക, അതാണ് നമ്മളുടെ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യം. നമുക്ക് സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാകുക. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ്. സമാധാനവും സ്വസ്ഥതയും സുരക്ഷിതത്വവും എല്ലാം ജീവിതത്തിൽ ഉണ്ടാകണം. സന്തോഷവും സമാധാനവും സ്വസ്ഥതയും, സന്തോഷമായിരിക്കണം, സ്വസ്ഥമായിരിക്കണം, സമാധാനപരമായിരിക്കണം. ഇത് മൂന്നും ഉണ്ടാക്കുന്നത് ആ വീട്ടിൻ്റെ സ്ത്രീയാണ്. അതുകൊണ്ടാണ് അവൾ ആ വീടിൻ്റെ വിളക്കാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നു, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠയായിരിക്കുന്നത് ദേവിയാണ് എന്ന് പറയുന്നു. ആരാണ് ദേവി? ഉത്തമയായിരിക്കുന്ന പാതിവ്രത്യ വ്രതമുള്ളവൾ, പതിവ്രതകളാണ് യഥാർത്ഥമായിരിക്കുന്ന ദേവിമാർ. അതുകൊണ്ട് പാർവതി, നീ മനസ്സിലാക്കുവാനുള്ളൊരു കാര്യം, നീ ഭഗവാൻ പരമേശ്വരൻ്റെ ചൈതന്യത്തെ സ്വീകരിക്കപ്പെടാൻ പോകുന്ന ആളാണ്. ഒരു സ്ത്രീക്ക് ഈശ്വരൻ കൊടുത്ത ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഏതൊരു പുരുഷനെയും സ്വീകരിക്കുവാനുള്ള മനസ്സിൻ്റെ വലിപ്പമാണ്. തൻ്റെ ഭർത്താവിന് വലിയ സൗന്ദര്യമോ വലിയ സമ്പത്തോ അങ്ങനെ ഒരു വലിയ വലിപ്പച്ചെറുപ്പങ്ങളൊന്നും ഒരിക്കലും ഒരു സ്ത്രീ അതിനെ ചിന്തിക്കാറില്ല. ഏതൊരു പുരുഷനെയും എൻ്റെ സ്വന്തമാണ് എന്ന് കരുതുവാനും അങ്ങനെ ഉൾക്കൊള്ളുവാനും സ്ത്രീക്ക് മാത്രമേ അതിനൊരു ഭാഗ്യവും കഴിവും ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. എല്ലാ പുരുഷന്മാർക്ക് എല്ലാ സ്ത്രീകളെയും, ഏതൊരു സ്ത്രീയെയും അങ്ങനെ ചിന്തിക്കാൻ സാധ്യമല്ല താനും. അതുകൊണ്ട് ആ ഗുണത്തെ നിന്റെ ഭർത്താവിൽ, നിന്നിലുള്ള ഗുണത്തെ നിന്റെ ഭർത്താവിലേക്ക് നീ മാറ്റപ്പെടുമ്പോഴാണ് നീ യഥാർത്ഥ ഭാര്യയായി മാറുന്നത്. അങ്ങനെ നീ ഒരു നല്ല ഭാര്യയായി മാറിക്കഴിയുമ്പോഴാണ് നിന്റെ ഭർത്താവിന് നീ ആവശ്യമാണ് എന്ന് തോന്നുന്നത്. നിന്റെ ഭർത്താവിന് നീ ആവശ്യമാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ ധർമ്മങ്ങൾ എൻ്റെ ഭാര്യ കൂടി ബാക്കി കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ധർമ്മങ്ങളെല്ലാം, ഞാൻ ധർമ്മം ചെയ്യുന്ന ആളാണ് പുരുഷൻ. അപ്പോൾ ധർമ്മത്തെ ചെയ്യുന്ന പുരുഷന് അതിനെ കൂടെ കൊണ്ടു നടക്കുവാൻ അല്ലെങ്കിൽ കൂടെ കൈകാര്യം ചെയ്യപ്പെടുവാൻ എനിക്ക് പരിപൂർണമായി സഹായിയാണ് എൻ്റെ ഭാര്യ. അല്ലെങ്കിൽ എന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയും എന്നെ പൂർണ്ണമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നവളാണ്, എനിക്ക് പൂർണ്ണ തൃപ്തിയാണ് എൻ്റെ ഭാര്യയിൽ എന്ന് ഒരു പുരുഷന് തോന്നണം. അതാരാണ് ചെയ്യേണ്ടത്? ആ പൗരുഷത്വത്തിന് അതങ്ങനെ തോന്നേണ്ടത് ഒരു സ്ത്രീയുടെ കഴിവാണ്, ഗുണമാണ്, മനസ്സാണ്.
ഈ കഴിവും ഗുണവും മനസ്സും ആവശ്യമാണ്. ഇത് മൂന്നും ഒരുപോലെ നമ്മൾ കൊണ്ടുപോയെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ. ഇത് പറയുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്, നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ പല വിധത്തിൽ അങ്ങനെയുള്ള ഏതൊരു സ്ത്രീയെയും ലോകം ആദരിക്കുകയും ലോകം ബഹുമാനിക്കുകയും ലോകം അനുസരിക്കുകയും ചെയ്യുമെന്നാണ്. ഈ ലോകം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ഗുണത്തിൽ ഏറ്റവും ഗുണകരമാകുന്ന വിധത്തിൽ ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്ന ആള് അവൻ്റെ ഭാര്യയാണ്. അതുകൊണ്ടാണ് ഭർത്താവിന് പാതിമെയ്യായി മാറുന്നത്. ആ വാക്കിന് അർത്ഥമുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഭർത്താവിന് തോന്നണം തൻ്റേതാണ് അവൾ, തനിക്ക് ഇവളാണ് നല്ലത് എന്ന്, ഇവള് മതി എന്ന് തോന്നണം. അപ്പോഴാണ് അവൾ ധർമ്മപത്നിയായി മാറുന്നത്. പതിക്ക് ബലമുണ്ടാക്കുന്നവളാണ് പത്നിയായി മാറുന്നത്. പതിയും പത്നിയുമായി മാറപ്പെടുമ്പോൾ ഭർത്താവിനെ ബലമുള്ളവളാക്കുന്നതാണ് ഭാര്യ. അതുകൊണ്ട് അവൾ ധർമ്മപത്നിയായി അപ്പോൾ മാറും. ധർമ്മപത്നിയായി മാറിയിട്ടുള്ള ഒരുപാട് പേരുടെ പേര് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഒന്ന് സാവിത്രി, അടുത്തത് ലോപാമുദ്ര, അരുന്ധതി, ശാണ്ഡിലി, ശതരൂപ, അനസൂയ, ലക്ഷ്മി, സ്വധ, സതി, സംജ, സുമതി, ശ്രദ്ധ, മേന, സ്വാഹ. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ വളരെയധികം ബഹുമാന്യരായിരിക്കുന്ന ആദരണീയരായിരിക്കുന്ന ആൾക്കാർ. മോളെ, നീ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിൽ നിന്നും സ്നേഹത്തോടൊപ്പം തന്നെ നിന്നിൽ ഒരു ബഹുമാനവും കൂടി ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് സാധിക്കണം. എല്ലാവരെയും നീ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നിന്റെ സ്നേഹം കൊണ്ട് നിന്നോടൊരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കാൻ നിനക്ക് സാധിക്കണം. നമ്മൾ വിചാരിക്കും സ്നേഹവും ബഹുമാനവും വളരെ വ്യത്യസ്തങ്ങളാണ്. നമ്മളുടെ മകളെ എല്ലാവരും സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആ മകളെ ബഹുമാനിക്കപ്പെടുകയും കൂടി ചെയ്താൽ ആ മകൾ അവളുടെ ചെന്ന് കയറുന്ന വീട്ടിൽ അവൾ സുരക്ഷിതത്വമുള്ളവളായിരിക്കും. ഒരു ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് സുരക്ഷിതത്വം കുറയുന്നത്. ബഹുമാനിക്കപ്പെടുന്നവരോട് ഭർത്താവിന് ഭാര്യയോട് ബഹുമാനമുണ്ടാകണം, ഭാര്യയ്ക്ക് ഭർത്താവിനോടും ബഹുമാനമുണ്ടാകണം, ഏതൊരാൾക്കും മറ്റൊരാളോട് ബഹുമാനമുണ്ടാകണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ സ്നേഹത്തെക്കാൾ ഉപരി അല്പം ബഹുമാനവും കൂടി ആവശ്യമാണ്. എങ്കിലേ പരസ്പരം ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ ഭാര്യ അല്പം പ്രയാസകരമായിരിക്കുന്ന അല്ലെങ്കിൽ അല്പം ബുദ്ധിമുട്ടോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് സ്വയം മനസ്സിലാക്കണമെങ്കിൽ അവളെ നന്നായി ഉൾക്കൊണ്ടുകൊണ്ട്, അവളെ നന്നായി സ്നേഹിച്ചുകൊണ്ട്, അവളെ നന്നായി ബഹുമാനിച്ചുകൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരിക്കൽ അത് ഇതിനിടയിൽ വരുമ്പോൾ അത് പറയാം. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പാർവതി ഈ പേരിൽ ഗുണങ്ങളുള്ളവരായി ഈ ലോകം അനുഗ്രഹിക്കുന്നവർ, ബഹുമാനിക്കപ്പെടുന്നവർ. അതുകൊണ്ട് ഇവരെയെല്ലാം നീ ഒന്ന് മനസ്സിൽ ആലോചിച്ചോണം. ഇവരെയെല്ലാം നിനക്കറിയാം. ഇവരെല്ലാം എന്തുകൊണ്ടാണ് നീ ഇവരെയെല്ലാം അറിയുന്നത് എന്നുള്ളതിൻ്റെ കാരണമാണ് ഈ ഒരു വലിയ പവിത്രത അവരിലുണ്ട്. ഈ പവിത്രതയാണ് അവരെ പരിപൂർണതയുള്ളവരാക്കി മാറ്റുന്നത്. ഈ പവിത്രമായിരിക്കുന്ന പരിപൂർണതയാണ് ലോകം അവരെ ആദരിക്കപ്പെടുവാൻ, അവരെ ബഹുമാനിക്കപ്പെടുവാനുള്ള കാരണം എന്ന് മനസ്സിലാക്കണം. അതുപോലെ അല്ലയോ മകളെ, നീയും പതിവ്രതാധർമ്മം കൊണ്ട്, പാതിവൃത്യ വ്രതം കൊണ്ട്, ധർമ്മപത്നി എന്ന തലത്തിൽ നിന്നുകൊണ്ട് ഉത്തമയായിരിക്കുന്ന നാരീരത്നമായി നീ മാറണം.
അതുകൊണ്ടാണ് നാരീരത്നം എന്ന് പറയുന്നത്, സ്ത്രീ രത്നമാണ് എന്ന് പറയുന്നത്. ആ സ്ത്രീത്വത്തിന് ഒരു രത്നത്തിൻ്റെ പവിത്രതയുണ്ടാകും, ഒരു മനോഹാരിതയുണ്ടാവും, ഒരു ഗുണമുണ്ടാകും, ഒരു വിലയുണ്ടാവും, ഒരു നിലയും ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട്, പതിവ്രതാധർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന, ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രുതികളിലും സ്മൃതികളിലുമൊക്കെ ഇത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്ന മറ്റൊരു വ്രതമില്ല എന്ന് തന്നെ പറഞ്ഞു തരുന്നു. ഇത് ഈശ്വരൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം മേടിക്കാനല്ല. നമ്മൾ വ്രതമൊക്കെ നോക്കുന്നത്, ഷഷ്ടി നോക്കുന്നതും ഏകാദശി നോക്കാനും ഒക്കെ ഈശ്വരൻ്റെ അടുക്കൽ നിന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതല്ല, ഒരു ഈശ്വരൻ്റെ മുമ്പിൽ, പ്രത്യക്ഷത്തിലുള്ള ഒരു ഈശ്വരൻ്റെ മുമ്പിൽ നമ്മൾ അപ്പോൾ റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. ആ സമയം നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം ഇതിനെ മുന്നോട്ട് പോകുവാൻ. ഇത് ജീവിതത്തിൽ ഒരു പരീക്ഷയാണ്. എപ്പോൾ വേണമെങ്കിലും ഈ പരീക്ഷയിൽ നമ്മൾ തോൽക്കാം. ഈ പരീക്ഷയിൽ തോൽക്കാതെ എന്നും ജീവിതത്തിൽ വിജയിക്കുന്നവരായിട്ട് നീ മാറണം. പാതിവ്രത്യ വ്രതത്തിൻ്റെ തൽപരരായിട്ടുള്ളവർ ഏറ്റവും പ്രധാനമായിട്ട് ഓരോന്നോരോന്ന് പറയുകയാണ്. അത് ഓരോന്ന് വായിച്ച് അത്യാവശ്യം പറയുമ്പോൾ തന്നെ, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അത് അല്ല വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്കിടയ്ക്ക് വിശദീകരിക്കാം എന്ന് പറയുന്നു. പാതിവ്രത്യ ധർമ്മത്തിൽ തൽപരരായിരിക്കുന്നവൾ സ്വഭർത്താവിൻ്റെ ഭക്ഷണത്തിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. ശിവേ, ഭർത്താവ് നിൽക്കുമ്പോൾ പതിവ്രതയും നിൽക്കുക തന്നെ വേണം. ശുദ്ധബുദ്ധിയായിരിക്കുന്ന പതിവ്രത ദിവസവും സ്വഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. അദ്ദേഹം ഉണരുന്നതിന് മുമ്പ് ഉണരണം. അവൾ സത്യവും വഞ്ചനയുമില്ലാതെ എപ്പോഴും ഭർത്താവിന് പ്രിയങ്കരമായിരിക്കുന്ന കാര്യം മാത്രം ചെയ്യണം. ശിവേ, സ്വാധിയായിരിക്കുന്ന സ്ത്രീ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാതെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലരുത്. എത്ര നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറയുന്ന കാര്യമാണ് അല്ലേ? നമ്മൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ടേ നമ്മൾ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നത് ഇതൊരു മര്യാദയാണ്. ഈ പാതിവ്രത്യം എന്ന് പറയുന്നത് ഇതൊരു വലിയ മര്യാദയാണ്. ഒരു ഭർത്താവിൽ നിന്നും ഭാര്യ ബഹുമാനം സ്വീകരിക്കപ്പെടുവാൻ, തന്നെ കാത്തിരിക്കുന്ന, താൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടേ തൻ്റെ ഭാര്യ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് പരിപൂർണമായിരിക്കുന്ന ഒരു ബോധ്യമുള്ള ഭർത്താവ് തീർച്ചയായിട്ടും തനിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യയോടൊപ്പം ഇരുന്നേ ഭക്ഷണം കഴിക്കൂ. ഭർത്താവ് കഴിച്ചിട്ടേ ഭാര്യ കഴിക്കാവൂ എന്ന് പറയുമ്പോൾ ഈ മര്യാദ ഭാര്യ കുറച്ച് ദിവസം ഒരുപക്ഷെ ഭർത്താവ് ശ്രദ്ധിച്ചുണ്ടാവത്തില്ല. മറിച്ച് പിന്നീട് ഭർത്താവ് തന്നെ പറയും, വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അത് ഒരു പക്ഷെ ചിലപ്പോൾ കുറച്ച് കാലം എടുത്തേക്കാം. കുറച്ച് കാലം എടുത്താലും സാരമില്ല. താങ്കൾ കഴിച്ചിട്ടേ, എൻ്റെ ഭർത്താവ് കഴിച്ചിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ. അതെൻ്റെ ഉത്തരവാദിത്തമാണ്. ഭർത്താവ് പറയും, നീ കഴിച്ചിട്ട് കയറി കിടന്നുറങ്ങിക്കോ, ഞാൻ എപ്പോഴെങ്കിലും വന്നേക്കാം. ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഭാര്യ എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഭക്ഷണം അങ്ങ് കഴിച്ചിട്ടേ ഞാൻ കഴിക്കാവൂ. അതാണ് അതിൽ ഒരു ഭാര്യയുടെ മര്യാദ. ഈ മര്യാദകളാണ് പറയപ്പെടുന്നത്. ഭർത്താവ് നിൽക്കുമ്പോൾ പതിവ്രതയായിരിക്കുന്ന ഭാര്യയും നിൽക്കണം എന്ന് പറയുന്നത്. അതും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിസ്സാരമായിരിക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഭാര്യ എവിടെയെങ്കിലും ഭാര്യ ഇരിക്കുന്നു, ഭർത്താവ് വരുമ്പോൾ വരുമ്പോൾ എഴുന്നേറ്റ് ഭർത്താവിനിരിക്കാൻ സൗകര്യം കൊടുക്കണം എന്ന് പറയുന്നത് ഭർത്താവിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അത് പിന്നെ പുള്ളി അവിടെ എവിടെയെങ്കിലും വേണമെങ്കിൽ കയറിയിരുന്നുണ്ട്, ഞാനിവിടെ വേറെ വല്ല കാര്യം ഇരിക്കുക, അങ്ങനെയും നമുക്ക് ചെയ്യാം. ചെയ്യരുത് എന്നുള്ളതല്ല. ഏതാണ് മര്യാദ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മളോടൊപ്പം ആ വീട്ടിലെ ഭർത്താവ് കൂടിയുണ്ട് എന്ന് ചിന്തിക്കുക.
നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ ആളുടെ ഭാര്യ അവിടെ കസേരയിൽ ഇരിക്കുന്നു. നമ്മൾ ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഹായ് എന്തുകൊണ്ട് വിശേഷം, ഇവിടെ വന്നിരിക്കൂ എന്ന് പറയുന്നു. മറിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് ഭർത്താവിന് ഇരിക്കുവാനുള്ള സ്ഥലം കൊടുത്ത് ഭർത്താവ് ഇരിക്കുമ്പോൾ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നിന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തോന്നും നന്നായി എന്ന് തോന്നും. ഇത് നമ്മളുടെ മകളെ പറ്റി മറ്റുള്ളവർ പറയണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ലേ നമുക്ക് ആവശ്യവും അത് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തില്ല. അതെന്താണ് ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയാം. ഇതെന്തുകൊണ്ടാണ് അറിയാത്തത്? ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. എൻ്റെ മകൾ കാണണം, എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൾ കാണണം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെയാണ് എന്ന് എൻ്റെ മകൾ കാണുമ്പോഴാണ് അവൾക്കിത് ആവശ്യമാണോ എന്ന് തോന്നുന്നത്. ഭർത്താവിനോട് അച്ഛനോട് എതിർത്ത് സംസാരിക്കുന്ന അമ്മയെ കണ്ടു പഠിച്ചിട്ടുള്ള ഏതൊരു പെണ്ണും ചെന്ന് കയറുന്ന വീട്ടിലും ഇത് തന്നെയായിരിക്കും ചെയ്യുക. സ്വന്തം ഭർത്താവിനെ നേരെ നന്നായിട്ട് ശ്രദ്ധിക്കാത്ത ഭാര്യയുള്ള ആ വീട്ടിലെ കുട്ടി മറ്റൊരു വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ വീട്ടിൽ താൻ കണ്ടത് അമ്മയും അച്ഛനും ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു വലിയ ധാരണ കൊണ്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ മേനയുടെ കുടുംബത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് പാർവതിക്ക് ഇത് എളുപ്പമൊന്നും മനസ്സിലാകും എന്നുള്ളതാണ്. ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ദിവസവും ശുദ്ധബുദ്ധിയായിരിക്കുന്ന പതിവ്രത ദിവസവും സ്വഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ. എന്തുകൊണ്ടാണ് ഭർത്താവ് ഉറങ്ങിയതിന് ശേഷമേ ഉറങ്ങാവൂ എന്ന് പറയുന്നത്? ഭർത്താവ് ക്ഷീണിതനായി വരുമ്പോൾ ഏതെങ്കിലും ജോലികളൊക്കെ ചെയ്ത് അപ്പം ചോദിക്കും ഭാര്യയ്ക്ക് ജോലിക്ക് ചെയ്യണ്ടായോ എന്ന്. ഭാര്യയും ഭർത്താവും എല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവരുടെ ഉറക്കം എന്ന് പറയുന്നത് സ്വസ്ഥമായിട്ടായിരിക്കണം. ഭാര്യ ഉറങ്ങാതിരിക്കുന്നത് കാണുമ്പോൾ ഭർത്താവ് ചോദിക്കും നീ എന്താ ഉറങ്ങാത്തത് എന്താ. ഒരുപക്ഷെ പലതും നമുക്ക് പറയുവാൻ കാരണങ്ങളുണ്ടാകാം. അല്പനേരം സ്വസ്ഥമായി അവരുടെ മാത്രമായിരിക്കുന്ന ജീവിത സ്വകാര്യതകളിൽ ഇരുന്നു കൊണ്ട് സ്നേഹത്തെ പരസ്പരം പങ്കിട്ടുകൊണ്ട് അല്പനേരം സ്നേഹിക്കുവാൻ സന്തോഷിക്കുവാൻ ആ നിമിഷങ്ങൾ കാരണമാകും. അതൊരു വലിയ കാര്യമാണ് ജീവിതത്തിൽ. ആ ഒരു വലിയ തലത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഭർത്താവിന് സന്തോഷമായി ഭർത്താവ് ഉറങ്ങുന്നത്. ഉറങ്ങിക്കഴിയുമ്പോൾ അറിയാതെ ഭാര്യ ഉറങ്ങും. കാരണം ഭാര്യയ്ക്ക് ഉറക്കം ഒരു വലിയ കാര്യമാണ് ജീവിതത്തിൽ. നമ്മൾ പറയും ഉറങ്ങാനായിട്ടാണോ ജീവിച്ചതെന്ന്. ഉറങ്ങണം, നന്നായി നമ്മൾ ഉറങ്ങണം. ഭർത്താവിനോടൊപ്പം ഭാര്യ നന്നായി ഉറങ്ങേണ്ടത് ഭർത്താവിൻ്റെ അടുക്കൽ ഭാര്യ ഉണ്ടാകണം എന്നുള്ള ഒരു ഉറപ്പ് കൂടിയാണ്. അതിനുശേഷം ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് ഭാര്യ ഉണരണം എന്ന് പറയുന്നു. ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് ഭാര്യ ഉണരുന്നതിൻ്റെ കാരണം എന്താണ്? ഭർത്താവ് ഉണരുമ്പോൾ ഭർത്താവിന് വേണ്ട സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുവാൻ ഭാര്യ സന്നദ്ധയാണ്. ഭർത്താവിൻ്റെ ഇതെന്തുവാ, ഭാര്യ എന്തോ വീട്ടുജോലിക്കാരിയാണോ എന്ന് വേണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചോദിച്ചേക്കാം. നമ്മളൊരു വീട്ടുജോലിക്കാരിയാണ്. കാരണം എന്താണെന്നറിയാമോ? ആ വീട് നമ്മളുടെ പേരിലാണ്. ആ വീടിൻ്റെ നാഥ നമ്മളാണ്. ആ വീട്ടിൽ നിന്നും നിലവിളക്ക് മേടിച്ചത് ഭർത്താവല്ല മേടിച്ചത്. ഭർത്താവിൻ്റെ വീടാണേലും വിളക്ക് മേടിച്ചത് ഈ ഭാര്യയാണ്. ഈ വീടിൻ്റെ വിളക്കായി നിൽക്കുന്നത് കൊണ്ട് ആദ്യം തെളിയേണ്ടത് ആ വീട്ടിലെ ആ പെൺകുട്ടിയാണ്. മകൾ പറയണം ഭർത്താവ് ഉണരുന്നതിന് മുമ്പ് ഭാര്യ ഉണർന്ന് ഭർത്താവ് ഉണരുമ്പോൾ ഭാര്യ സന്തോഷവതി. അടുത്ത വരി കൂടി അതിൻ്റെ ഭാഗമാണ്. എന്താണ്? എപ്പോഴും ഭർത്താവിന് സത്യവും വഞ്ചനയും ഇല്ലാതെ എപ്പോഴും ഭർത്താവിന് പ്രിയങ്കരമായിരിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യണം. ഭർത്താവിന് പ്രിയങ്കരങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ട്? അതിൻ്റെ ഗുണം ലഭിക്കുന്നത് ആരൊക്കെയാണ്? ഭാര്യയ്ക്കാണ്. ആ ഭാര്യയ്ക്ക് ഗുണങ്ങൾ കിട്ടണമെങ്കിൽ, റിസൾട്ട് കിട്ടണമെങ്കിൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരു കാര്യം കൊടുക്കാതെ എനിക്ക് വേണമെന്ന് പറയുന്നതിൽ യാതൊരു മര്യാദയുമില്ല.
എൻ്റെ ഭർത്താവിനെ ഞാൻ നന്നായി സ്നേഹിച്ചാൽ, വഞ്ചനയും കാപട്യവും ഇല്ലാതെ സ്നേഹിച്ചാൽ ഏതൊരു ഭർത്താവും അതിനെ ഉൾക്കൊള്ളുവാൻ തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോഴാണ് തിരികെ ഈ വഞ്ചനയും കാപട്യവുമെല്ലാം ഇല്ലാതെ തന്നെ വഞ്ചനയും കാപട്യവും ഇല്ലാതെ തന്നെ ഭർത്താവും തിരികെ പെരുമാറും എന്നുള്ളതാണ്. ഭാര്യ തെറ്റ് ചെയ്തോ ഭർത്താവ് തെറ്റ് ചെയ്യുകയോ എന്നുള്ളതൊന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, അല്ലയോ ശിവേ, സ്വാധിയായിരിക്കുന്ന ഒരു സ്ത്രീ, അതായത് വൃത്തിയായിരിക്കുന്ന ഒരു സ്ത്രീ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിക്കാതെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെല്ലരുത് എന്നാണ്. അതെന്താണ്? ഒരു പക്ഷേ ഒരു ഭാര്യയ്ക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഇപ്പോൾ ഒരു പുരുഷനായിരിക്കുന്ന ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു മകനാണ്, ഒരു ഭർത്താവായിരിക്കുന്ന എന്നിൽ അതിൻ്റെ ഗുണത്തെ എനിക്ക് മനസ്സിലാകും. ഒരു പക്ഷേ അതെൻ്റെ ഭാര്യയ്ക്ക് അതെങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ പറയുന്നത്. രാവിലെ നാം എഴുന്നേൽക്കുന്ന സമയത്ത് തൻ്റെ ഭാര്യ കുളിച്ച് ശുഭ്രവസ്ത്രധാരിയായി വൃത്തിയായിട്ടാണ് എൻ്റെ മുമ്പിൽ വരുന്നത് എങ്കിൽ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദവും സന്തോഷവും അത് വളരെയധികം വലുതായിരിക്കും എന്നുള്ളതാണ്. ആ സന്തോഷം വളരെ വലുതാണ്. നിങ്ങളൊന്ന് അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാകാം. ഇനിയും അടുത്ത ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് വിചാരിക്കുന്നു. അടുത്തത് പറയുകയാണ്, ഭർത്താവ് ഏതെങ്കിലും കാര്യത്ത് അന്യദേശത്ത് പോയിരിക്കുമ്പോൾ ഒരിക്കലും ഭാര്യ അണിഞ്ഞൊരുങ്ങി നിൽക്കരുത് എന്ന് പറയുന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് ദിവസവും പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? ഒരു ദിവസമല്ല, പല ദിവസങ്ങളിലും നമ്മൾ അത് വായിക്കാറുണ്ട്. ഭർത്താവ് അന്യദേശത്താണ്, എന്തെങ്കിലും ആയിരിക്കും. അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് യുക്തി ഉണ്ടാകണം ആ മകൾക്ക്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പതിവ്രതയായിരിക്കുന്ന സ്ത്രീ ഒരിക്കലും ഭർത്താവിൻ്റെ പേര് ഉച്ചരിക്കരുത് എന്ന് പറയും. ഭർത്താവിനെ പേര് വിളിക്കുന്ന ഒത്തിരി പേരുണ്ടല്ലേ? ഭർത്താവിനെ പേര് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു വാടാപോട ബന്ധമാണെന്നാവും. ഒരാളെ തന്നെ എന്നോട് പറയും, ഓ നമുക്ക് അങ്ങനൊന്നുമില്ല, ഞങ്ങളങ്ങനെ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യും, പിന്നെ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനെ പേര് വിളിക്കും, പുള്ളിക്കാരനും എന്നെ പേര് വിളിക്കും, അങ്ങനെയേ ഉള്ളൂ. ഞങ്ങൾ അതിനൊന്നും വലിയ കാര്യം കാണുന്നില്ല. അതിനെന്നല്ല, ഒരു കാര്യത്തിനും കാര്യം കാണില്ല. ഒന്നിൽ കാര്യം കാണുമ്പോഴാണല്ലോ അടുത്തതിൽ കാര്യം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നത്. പതിവ്രതയായിരിക്കുന്ന സ്ത്രീ ഒരിക്കലും ഭർത്താവിൻ്റെ പേര് ഉച്ചരിക്കരുത്. ഭർത്താവ് ഒരുപക്ഷെ നിർദ്ദയമായി ശകാരിച്ചാൽ പോലും ഭാര്യ പകരം ക്രൂരവാക്കുകൾ പറയരുത് എന്ന് പറയും. ഭർത്താവ് ദേഷ്യപ്പെട്ട് വല്ലതും പറഞ്ഞാൽ ഭാര്യ തിരിച്ച് ദേഷ്യപ്പെട്ട വാക്ക് പറയരുത് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ പുള്ളിക്കാരൻ പറയുന്നത് എല്ലാം കേട്ടോണ്ടിരിക്കണമെന്നാണോ എന്ന് ചോദിക്കും നമ്മുടെ മക്കൾ. അപ്പോൾ പറയണം, ജീവിതത്തിൽ ഈ രണ്ട് കൈകൾ കൂട്ടി ചേർത്തടിക്കുമ്പോഴേ കുഞ്ഞെ ശബ്ദമുണ്ടാകുകയുള്ളൂ. ആ വീട്ടിൽ ഒരു അലോസരം ഉണ്ടാകാതിരിക്കാൻ നീ വിചാരിച്ചാൽ സാധിക്കും. നീ വിചാരിച്ചാലേ അത് സാധിക്കത്തുള്ളൂ. ഭർത്താവ് പുറത്തുപോയി ജോലി കഴിഞ്ഞ് ഏതെങ്കിലും അവസ്ഥയിലൂടെ ടീച്ചറെ സത്യം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കൂടി മാനസികമായിരിക്കുന്ന പ്രയാസത്തോടുകൂടി ടെൻഷനോടുകൂടി വരുമ്പോഴായിരിക്കാം ഒരു പക്ഷേ തൻ്റെ മനസ്സിലുള്ള വിചാര പ്രക്ഷോഭങ്ങളെല്ലാം ഒരു പക്ഷേ ചിലപ്പോൾ തൻ്റെ ഭാര്യയോട് അങ്ങ് വഴക്ക് പറഞ്ഞേക്കാം, ചിലപ്പോൾ ചില ക്രൂരവാക്കുകൾ പറഞ്ഞേക്കാം. അത് പറയുന്നതിനൊരു കാരണവും കൂടിയുണ്ട്. താൻ പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ തനിക്കല്പം സ്വസ്ഥമാകും. അപ്പോൾ ഭാര്യ ചോദിക്കും, പിന്നെ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നതാണോ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ?
അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, ഭർത്താവ് ഇത് ഒരു മനസ്സും രണ്ട് മെയ്യല്ല, ഒരു മനസ്സും ഒരു ശരീരവുമാണ്. ആ അവസ്ഥകൾ, മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് വരുന്ന തൻ്റെ ഭർത്താവിന് യാതൊരു വിധമായിരിക്കുന്ന ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയെല്ലാം മാറ്റിയെടുക്കേണ്ടത് ഭാര്യയായിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഡോക്ടർ അടുക്കൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മൾ രോഗി ഒരുപാട് പുറത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദന കാണിക്കും. എന്താണ്? ആ ഡോക്ടർ ഈ വേദനയെല്ലാം കുറയ്ക്കും. അതുകൊണ്ട് ഒരൊട്ടും കുറയ്ക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അതിഭയങ്കര വേദനയാണ് എന്ന് പറയുന്നത് പോലെ ഭാര്യയായിരിക്കുന്ന ഡോക്ടറുടെ മുമ്പിൽ ഒരുപക്ഷെ ഭർത്താവ് ചില ക്രൂര വാക്കുകൾ പറഞ്ഞാലും തിരികെ ക്രൂര വാക്കുകൾ പറയുന്നതല്ല ആ ഭാര്യയുടെ മര്യാദ. പിന്നെന്താണ്? പറയാനുള്ളത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അല്പസമയം തുറന്നു പറയാൻ ഒരാളെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ്. അങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഭർത്താവ് ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പോൾ വല്ലതുമൊക്കെ 10 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് സമാധാനമാവും എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറയില്ലയോ? അങ്ങനെ പറഞ്ഞ് സമാധാനമാകുന്നെങ്കിൽ ആകട്ടെ, എല്ലാം പറഞ്ഞ് പൂർണ്ണതയിലേക്ക് എത്തട്ടെ, ആ മനസ്സൊന്ന് സ്വസ്ഥമാകട്ടെ. എല്ലാം പറഞ്ഞ് കഴിഞ്ഞ് സ്വസ്ഥമായി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ആശ്വസിപ്പിക്കാം. ഈ ആശ്വാസം കൊടുക്കാൻ വീട്ടിൽ ഭാര്യയല്ലാതെ മറ്റൊരാളില്ല എന്നറിയണം. അമ്മയും അച്ഛനും കൊടുക്കുന്ന ആശ്വാസത്തിന് മറ്റൊരു പരിധിയാണ്. പക്ഷേ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമായിരിക്കുന്ന, സ്വസ്ഥമായിരിക്കുന്ന ഒരു തലോടലോട് കൂടിയിട്ടുള്ള ഒരു ആശ്വാസ വചനം, അതൊരു വലിയ കാര്യമാണ് ജീവിതത്തിൽ. അതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, തൻ്റെ ഭാര്യയിൽ നിന്ന് ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ഞാൻ വീട്ടിലേക്ക് ചെന്നാൽ എൻ്റെ ഭാര്യയോട് എനിക്കിതെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് സമാധാനമാകും എന്ന് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ ഭാര്യയോടെല്ലാം തുറന്നു പറയാൻ തയ്യാറാകും. ഇനി അവളോട് പറഞ്ഞിട്ട് ഇനി ഇതെന്തെല്ലാം തലവേദന ആവണ്ടെന്ന് വിചാരിച്ചു വരുമ്പോൾ എന്തു ചെയ്യും? നമ്മൾ അവിടെ ഓരോന്നും മറച്ചുകൊണ്ടേയിരിക്കും. ഈ മറയ്ക്കുന്ന കാര്യങ്ങൾ പിന്നീട് ജീവിതത്തിൽ നമ്മൾ എന്തു ചെയ്യും? ഇതൊരു ശീലമായി മാറും. പിന്നെ ഈ ശീലം വലിയ തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നഷ്ടപ്പെടുന്നത് ജീവിതത്തിലെ നല്ല സന്തോഷങ്ങളും സുഖകരമായിരിക്കുന്ന നിമിഷങ്ങളുമാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന, ആനന്ദകരമായിരിക്കുന്ന നിമിഷം ഭാര്യയോടൊപ്പമാണ്. അത് എവിടെയാണ്? ഏറ്റവും അടുത്തിരിക്കണം എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അടുത്തിരുന്നെങ്കിൽ മാത്രമേ എന്നൊന്നും ഇല്ല. അന്യദേശത്താണെങ്കിൽ പോലും അല്പസമയം തൻ്റെ ഭാര്യയോട്ട് സ്വസ്ഥമായി, സമാധാനത്തോടു കൂടി, സന്തോഷമായി സംസാരിക്കുവാൻ സാധിക്കപ്പെട്ടാൽ, ഒരുപക്ഷെ ക്രൂരവാക്കുകൾ പറഞ്ഞാലും, അതുപോലെ ഭർത്താവ് വിളിച്ചാൽ സകല വീട്ടുകാര്യങ്ങളും വെടിഞ്ഞ് വേഗം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എത്തേണ്ടതാണ്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. ഭർത്താവ് ഏതെങ്കിലും ഒരാവശ്യത്തിന് വിളിക്കും. ഭർത്താവ് ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ അവിടെ ഗംഭീര പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഒന്ന് വിളിക്കുന്നത് കേട്ടതാ, ഇപ്പം മിണ്ടണ്ട, ഏതാണ്ട് നോക്കാനാ. രണ്ടാമത് വിളിക്കും. മൂന്നാമത്തെ വിളി ഒരു വലിയ വിളിയായിരിക്കും. അതുവരെ നമ്മൾ കേൾക്കാതിരിക്കും. ആദ്യം വിളിക്കുമ്പോൾ, ഇപ്പോൾ പറയാം, നമുക്ക് ചെന്ന് വിളിക്കുമ്പോൾ തന്നെ എന്ത് ജോലി ചെയ്യുന്നുവോ, ഭർത്താവ് വിളിക്കുമ്പോൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതവിടെ മാറ്റി വെച്ചിട്ട് ഭാര്യ പോകണം. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ മര്യാദ അതാണ്. ഇത് തന്നെ തിരിച്ചുമുണ്ട് കേട്ടോ. ഭാര്യ ഒരു ആവശ്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ചെല്ലുന്നത്, ഭർത്താവിന് ഒരു പക്ഷെ ഭയങ്കര നാണക്കേട് തോന്നുന്നവരുണ്ട്. ഭാര്യ വിളിക്കുന്നിടത്തോട്ട് ചിലപ്പോൾ അത് കുടുംബത്തിലൊരു ചർച്ചയുമാകും. പിന്നെ അവൾ അങ്ങോട്ടൊന്ന് വിളിക്കണം, അവൻ എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇട്ടിട്ട് ഓടി അങ്ങ് ചെല്ലുമെന്ന് പറയും. പറയുന്നവർ പറയട്ടെ, സന്തോഷം നമുക്കാണ്, ആനന്ദം നമുക്കാണ്. ഭർത്താവ് വിളിക്കുമ്പോൾ എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ഭാര്യ ആ ഭർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമ്മൾ ഒരുപക്ഷെ എന്തെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യുകയാണ്. അപ്പോൾ പറയും, സാരമില്ല, നീ പോയി ജോലി ചെയ്തോ, ഞാനിവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം.
തീർന്നു, അവിടെ ആ വിഷയം അവിടെ തീർന്നു. അപ്പോൾ നമ്മൾ പക്ഷേ അപ്പുറത്തിരുന്നുകൊണ്ട് ഞാനിവിടെ ഒരു വലിയ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വയ്യേ, നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയരുതോ, ഞാൻ ഇപ്പോൾ ഈ തിരക്കിനിടയ്ക്ക് അങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ, എന്തെല്ലാം പറയും. നമ്മൾ അവിടെ ഇരുന്ന് അപ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് അദ്ദേഹം ഇനി വരും ഇല്ലേ, അവിടെ ഇരുന്ന് വന്ന് തുടങ്ങുകയാണ് അടുത്ത വിഷയത്തിലേക്ക്, അടുത്ത പ്രധാനപ്പെട്ട വിഷയങ്ങൾ അപ്പോഴേക്കും ആരംഭിക്കും. അത് കളയാൻ എന്ത് എളുപ്പമാണ്. വിളിക്കുന്ന ഭർത്താവെന്നല്ല, ഏതൊരാളും നമ്മളെ വിളിച്ചാൽ നമ്മൾ അപ്പോൾ അത് കേൾക്കണം. നമ്മൾ വിളിച്ചാൽ വിളി കേൾക്കണം, നമ്മളെ അങ്ങോട്ട് വിളിച്ചാൽ നമ്മൾ അവിടെ ചെല്ലണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയായിരിക്കും, ആ ജോലി നമ്മൾ അവിടെ ചെന്നിട്ട് പറയണം, ഞാൻ ഇന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ. വിളിച്ചിട്ട് വരാതിരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദേഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് ശിവപുരാണത്തിൽ പറയുന്ന വാചകം അടുത്തത് ഞാൻ പറയട്ടെ, അത് ഇതിൻ്റെ ബാക്കിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് ചിരിക്കത്തില്ലെന്ന് തോന്നുന്നില്ല. അതായത് ഭർത്താവ് വിളിച്ചാൽ സകല വീട്ടുകാര്യങ്ങളും വെടിഞ്ഞ് വേഗം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തേണ്ടതാണ്. കൈകൂപ്പി സ്നേഹസ്വരത്തിൽ തല കുനിച്ച് ചോദിക്കണമെന്നാണ്, അല്ലയോ നാഥ, എന്തിനാണ് ഈ ഉള്ളവളെ വിളിച്ചത്? എനിക്ക് സേവനത്തിലുള്ള നിർദ്ദേശം നൽകി ദയവായി എന്നെ അനുഗ്രഹിക്കൂ എന്ന്. എന്നെങ്ങാനും നമ്മളൊന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അങ്ങനെയാണ് പറയുന്നത് എങ്കിൽ, നമ്മുടെ ഭാര്യ നമ്മളോട് വന്ന് പറയുകയാണ് എങ്കിൽ, നമ്മൾ ചെന്ന് നമ്മുടെ ഭർത്താവിനോട് അങ്ങനെയാണ് പറയുന്നത് എങ്കിൽ, ഒന്നുകൂടെ നമ്മളെ നോക്കും. അതെ, നമ്മളെ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഇന്നലെ വരെയും പ്രശ്നങ്ങളില്ലായിരുന്നു, പിന്നെന്താണ് എന്ന് പറയും. അനന്തരം ഭർത്താവ് നൽകുന്ന നിർദ്ദേശങ്ങൾ സന്തോഷത്തോടുകൂടി അനുസരിക്കണം. അവൾ വീട്ടുപടിക്കൽ വളരെ നേരം നിൽക്കാൻ പാടില്ല. അന്യന്റെ ഗ്രഹത്തിൽ അനാവശ്യമായി പോകാൻ പാടില്ല. ഏതെങ്കിലും രഹസ്യകാര്യങ്ങൾ അറിഞ്ഞാൽ ഓരോരുത്തരുടെ മുമ്പിലും അത് വെളിവാക്കരുത്. ഭർത്താവ് പറയാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി പൂജാസാമഗ്രികൾ തയ്യാറാക്കി വെക്കണം. അതൊരു നല്ല കാര്യമാണ്. ഭർത്താവിന് വേണ്ടിയിട്ട് കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുന്ന ഒരു ഭാര്യ. ഭർത്താവ് ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളാണ്, എന്തിനാപ്പോ വിളിച്ചേ? അതെ, അതങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഭാഷ. അപ്പോൾ ഭർത്താവ് പറയാതെ തന്നെ പൂജാസാമഗ്രികൾ എന്ന് പറയുന്നത് പൂവും ചന്ദനവും ഒന്നും മേടിച്ചെടുത്ത് വെക്കണം എന്നുള്ളത് അതല്ല അതിൻ്റെ പ്രധാനമായിട്ട് അർത്ഥം. പാർവതിയോട് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഭർത്താവിന് രാവിലെ ജോലിക്ക് പോകണം. നമുക്കറിയാം ഭർത്താവിന് രാവിലെ ജോലിക്ക് പോകണമെന്ന് നമുക്ക് 100% അറിയാം. ഭർത്താവിന് കൊണ്ടുപോകുവാനുള്ള വസ്ത്രങ്ങളും ബാക്കിയുള്ള സാധനങ്ങളുമൊക്കെ എടുത്തു വെക്കാൻ നമുക്ക് സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിപ്പോൾ എന്താ, പുള്ളിക്കാരനെ പോകുമ്പോൾ പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് പോയാൽ പുള്ളിക്കാരന് വേണ്ടുന്ന സാധനങ്ങൾ, വസ്ത്രങ്ങളുണ്ട്, അത് ഇഷ്ടപ്പെട്ടത് എടുത്തു കൊണ്ടുപോട്ടെ. അതിനേക്കാൾ എന്ത് സന്തോഷമാണെന്ന് ആലോചിച്ച് നോക്കണം. ഭാര്യ ഭർത്താവിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത്, ഇതെല്ലാം പരസ്പര ആ ആത്മബന്ധത്തിന് ഒരു കെട്ടുറപ്പിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പിന്നെ വീട്ടുപടിക്ക് പോയി ഒത്തിരി നേരം നിൽക്കരുതെന്നൊക്കെ പറയുന്നത്. വീട്ടുപടിക്ക് പോയി വെറുതെ നിൽക്കുന്നതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അല്ലേ. നമ്മൾ പോകുന്ന വഴിക്ക് റോഡിൻ്റെ വാതിക്കൽ വന്ന് ഗേറ്റ് ചാരി ഒരാൾ ഇങ്ങനെ നിൽക്കുക. ഒരു ദിവസം കണ്ടു, 2 ദിവസമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ, ആ നിപ്പ് അത്ര സുഖമല്ലല്ലോ എന്ന് നമ്മൾ പറയും ഇല്ലേ. നമ്മൾ ആദ്യമേ പറയുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും രഹസ്യകാര്യം അറിഞ്ഞാൽ ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് അന്യൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന രഹസ്യങ്ങളൊന്നും കൊണ്ടു നടക്കരുത്. അതിൻ്റെ അർത്ഥം അന്യൻ്റെ വീട്ടിലെ രഹസ്യങ്ങളൊന്നും നമ്മുടെ ആവശ്യമല്ല, അത് കേൾക്കേണ്ട കാര്യം നമുക്കില്ല. രഹസ്യങ്ങൾ കേൾക്കുന്നത് പിന്നീട് ഒരു വലിയ ദുരിതമായിരിക്കുമെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യരുത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് പൂജാസംഘം അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉചിതമായിരിക്കുന്ന അവസരം കാത്തിരിക്കുകയും ചെയ്യണം. ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ തീർത്ഥയാത്രയ്ക്ക് പോലും
പോകരുത് എന്നാണ്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ തീർത്ഥയാത്രയ്ക്ക് പോലും, തീർത്ഥയാത്രയാണെങ്കിൽ പോലും ഭർത്താവിനോട് പറയാതെ പോകുന്ന, ചെയ്യുന്ന എത്ര കാര്യങ്ങളുണ്ട് ഭാര്യമാരുടെ. നമ്മളത് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആരെയാ പറ്റിക്കുന്നത്? ഭർത്താവ്, ഞാൻ ഭർത്താവ് അറിയാതെ അത് ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ എടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഭർത്താവ് അറിയാതെ. നമ്മുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന താലിക്ക് പിന്നെ നമ്മൾ എന്ത് വിലയാണ് നമ്മൾ കൊടുക്കുന്നത്? ആ താലി ആര് കെട്ടിയതാണ്? അതിൻ്റെ ഭർത്താവ് കെട്ടിയതാണ്. അതെന്താണ്? മംഗല്യസൂത്രമാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ കഴുത്തെ കെട്ടിയിട്ടേക്കുന്നത്? അതെൻ്റെ ഭർത്താവ് ആയതുകൊണ്ടാണ്. പിന്നെന്തിനാണ് ഭർത്താവ് അറിയേണ്ട? അങ്ങേർക്കതൊന്നും ഇഷ്ടമല്ല. അങ്ങേർക്ക് ഇഷ്ടമല്ലാത്തത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ പോരെ? അത് പറ്റത്തില്ല, എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെന്ത് ഭർത്താവാണ്? പിന്നെ ഭർത്താവ് എനിക്ക് ഈശ്വരനാണ്, ഭർത്താവ് എനിക്ക് ആനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്ന് ചോദിക്കപ്പെട്ടാൽ അതിന് നമുക്ക് തെറ്റ് പറയാൻ ഇല്ല. അനുവാദം കൂടാതെ പോകരുത്. അതുപോലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സഭയിലോ ഉത്സവ സ്ഥലത്തോ വിനോദം കാണാനോ ഒന്നും ഒറ്റയ്ക്ക് പോകരുത്. അവയുമായെല്ലാം അല്പം അകന്ന് നിൽക്കണം. തീർത്ഥയാത്രയുടെ ഫലം ലഭിക്കണമെന്ന് ആശിക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ പാദതീർത്ഥം സേവിക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ പാദം കഴുകിയിട്ടുണ്ട് എന്ന് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ഭർത്താവിൻ്റെ പാദം കഴുകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ കാര്യമാണ്. ഭർത്താവിൻ്റെ പാദം കഴുകി ഭർത്താവിനെ നമസ്കരിക്കാൻ. ചെയ്തിട്ടില്ല, ചെയ്തോണം കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്യണം, ഒറ്റ പ്രാവശ്യമെങ്കിലും. ഭർത്താവിൻ്റെ പാദം കഴുകി ഭർത്താവിനെ നമസ്കരിച്ച്, അറിഞ്ഞോ അറിയാതെ ഏതെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളോ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെല്ലാം ക്ഷമിച്ചു പൊറുക്കണമെന്ന് പറഞ്ഞ് ഭർത്താവിനെ നമസ്കരിക്കണമെന്നാണ്. പതിവ്രതയായിരിക്കുന്ന സ്ത്രീ ഭർത്താവിൻ്റെ ഉച്ഛിഷ്ടമായിരിക്കുന്ന അന്നം മുതലായ അതിപ്രിയമായിരിക്കുന്ന ഭക്ഷ്യവസ്തു എന്ന് കരുതി സ്വീകരിക്കണം. ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഭാര്യ കൂടി കഴിക്കണം. ഇന്ന് എന്തോ ഒരു നാണക്കേടാണെന്നറിയാമോ ആൾക്കാർക്ക്? ഭർത്താവ് കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കുക എന്ന് പറയുന്നത്. എച്ചിൽ കഴിക്കാൻ എൻ്റെ മോള് ഒരു അമ്മ പറഞ്ഞതാണ്, എൻ്റെ മോൾ അങ്ങനെ എച്ചിൽ കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവളെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയത്. നമുക്കതിന് മറുപടി ഒന്നും പറയില്ല. ഒരു അമ്മയാണ് പറയുന്നതെന്ന് ആലോചിച്ചോണം. അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ഭർത്താവ് കഴിക്കാതെ അമ്മ കഴിക്കത്തില്ല, പക്ഷെ അമ്മയുടെ മോള് അത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയും കുറേ അമ്മമാരുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10-200 അമ്മമാരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. ആ അമ്മമാരായിട്ട് എത്ര കുട്ടികളുടെ ജീവിതം നശിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ദേവതാ, പിതൃ, അതിഥി, സേവകവർഗം, പശുഭിക്ഷകൾ ഇവർക്ക് വേണ്ടിയിട്ട് ആഹാരത്തിൻ്റെ ഭാഗം കൊടുക്കാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കരുത്. പതിവ്രതാധർമ്മത്തിൽ തൽപരയായിരിക്കുന്ന നാരി വീട്ടുപകരണങ്ങൾ ശ്രദ്ധയോടും സുരക്ഷിതത്വത്തോടും കൂടി ടീച്ചറെ അതിനിപ്പോൾ ഞാൻ എന്താ പറയുക? അല്ല, അതിന് സമ്മതിക്കും. നമ്മൾ ഒരാൾ ഒരു കാര്യം സമ്മതിക്കുന്നത് നമ്മുടെ ചോദ്യം കേട്ടിട്ടാണ്. നമ്മുടെ ചോദ്യം പോലെ നിങ്ങൾക്ക് വെള്ളം വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടായേ എന്ന് തന്നെ നമ്മൾ പറയും, ഇല്ലേ? ഇപ്പോൾ ഭരതൻ അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഭരതൻ പറയും ഇച്ചിരി വെള്ളം എന്ന് പറയും. അപ്പം പറയും നിങ്ങൾക്ക് വെള്ളം ഞാനിപ്പോൾ അങ്ങോട്ട് കൊണ്ടു തരണോ എന്ന് ചോദിക്കുമ്പോൾ ഭരതൻ പറയും എനിക്ക് വെള്ളമേ വേണ്ടായേ, ഞാൻ പൈപ്പിൽ നിന്നെടുത്ത് കുടിച്ചോളാം എന്ന് പറയും. മറിച്ച് ചോദ്യം കേട്ടിട്ടാണ് ഉത്തരം വരുന്നത്, അല്ലേ? ഏത് വിധത്തിലുള്ളതാണേലും ചോദ്യം കേട്ടിട്ടാണ് ഉത്തരം വരുന്നത്. ചോദ്യം എങ്ങനെയിരിക്കുന്നു, ആ ചോദ്യം കേട്ടിട്ട് വരുന്ന ഉത്തരം നല്ല ഉത്തരമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നല്ല പോലെ ആ ചോദ്യം ചോദിക്കാം. അപ്പൊ കേൾക്കും, എല്ലാ ഭർത്താക്കന്മാരും കേൾക്കും. കാളകളെ പോലെയാണ് പുരുഷന്മാർ. ബഹളമൊക്കെ വെച്ചാൽ പോലും ഈ മനസ്സിന് വലിയ ബലവും പിടുത്തമൊന്നും ഇല്ലാത്തവരാണ് പുരുഷന്മാർ. അതുകൊണ്ട് ആദ്യമൊക്കെ വലിയ
പ്രശ്നമൊക്കെ കാണും. പക്ഷേ അല്പ നിയന്ത്രണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും. വീട്ടുപകരണങ്ങളൊക്കെ വൃത്തിയായിട്ട് വെക്കണം. സ്ത്രീകൾ വീട്ടുകാര്യങ്ങളിൽ സമർത്ഥയായിരിക്കണം. എപ്പോഴും പ്രസന്നയായിരിക്കണം. ചെലവിൻ്റെ ഭാഗത്ത് നിന്നും കൈ പിൻവലിക്കണം. ഭർത്താവിൻ്റെ ആജ്ഞയില്ലാതെ ഉപവാസം, വ്രതം എന്നിവയൊന്നും അനുഷ്ഠിക്കരുത്. തിങ്കളും ചൊവ്വയും വെള്ളിയും ഞായറും ബുധനും ഒക്കെ എല്ലാവരും വ്രതം നോക്കും. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ എന്ത് വ്രതം നോക്കിയാലും ആ വ്രതത്തിന് ഒരു ഗുണവും ഉണ്ടാവത്തില്ല. അത് അത്യാവശ്യം അറിയേണ്ട ഒരു വലിയ കാര്യമാണ്. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വ്രതം നോക്കരുത് ഒരു സ്ത്രീ. ഭർത്താവിന് അത് ചോദിക്കുക, അതെന്താ ഭർത്താവിനോട് എന്തിനാ പറയുന്നത്? ഭർത്താവ് അറിയണം. ഭർത്താവ് അറിഞ്ഞു വേണം ഏതൊരു വ്രതം വേണമെങ്കിലും നമ്മൾ എടുക്കാൻ. ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ വ്രതം എടുക്കുന്ന ഏത് സ്ത്രീക്കും ആ വ്രതത്തിൻ്റെ ഒരു ഫലവും കിട്ടത്തില്ലെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല എന്ന് പറയും. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധയായിരിക്കണം. ഭർത്താവിൻ്റെ ആജ്ഞയില്ലാതെ ഉപവാസം, വ്രതം എന്നിവ അനുഷ്ഠിക്കരുത്. മറിച്ചായാൽ അതിന് യാതൊരു ഫലവും ലഭിക്കുന്നതല്ല. അവൾക്ക് പരലോകത്ത് നരകമായിരിക്കും ലഭിക്കുന്നത്. ഭർത്താവ് സുഖമായി ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടാനുസരണം കളിവിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും ആഭ്യന്തര കാര്യമുണ്ടായാൽ പതിവ്രത ഭർത്താവിനെ ഒരിക്കലും എഴുന്നേൽപ്പിക്കരുത്. ഭർത്താവ് നപുംസകമാകുകയോ ദുർഗതിയിൽ അകപ്പെടുകയോ രോഗിയാകുകയോ വൃദ്ധനാകുകയോ സുഖിമാനോ ദുഃഖിതനോ ആകുകയോ ചെയ്താലും ഒരവസ്ഥയിലും സ്ത്രീ തൻ്റെ ഭർത്താവിനെ അത് ലംഘിക്കരുത്. പുറത്തു മാറിയാൽ 3 രാത്രി വരെ അവൾ ഭർത്താവിൻ്റെ മുന്നിൽ മുഖം കാണിക്കരുത്. ഭർത്താവിൽ നിന്നും അകന്നിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കുളിച്ച് ശുദ്ധിയാകുന്നത് വരെ തൻ്റെ യാതൊരു കാര്യവും ഭർത്താവിൻ്റെ ചെവിയിൽ എത്തിക്കരുത്. നല്ല പോലെ കുളിച്ച ശേഷം ഏറ്റവും ആദ്യമായി അവൾ ഭർത്താവിൻ്റെ മുഖം ദർശിക്കണം. മറ്റാരുടെയും മുഖം കാണാൻ ഒരിക്കലും ഇടവരരുത്. അത് സാധിച്ചില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഭർത്താവിനെ ചിന്തിച്ച് ആദിത്യനെ ദർശിക്കണം. ഭർത്താവിന് ദീർഘായുസ് ആഗ്രഹിക്കുന്ന പതിവ്രത മഞ്ഞൾ, സിന്ദൂരം, കൺമഷി മുതലായവയും ചോളി, താമ്പൂലം, മംഗളകരമായിരിക്കുന്ന ആഭരണം എന്നിവയും ഒക്കെ ഉപയോഗിക്കണം. തലമുടി നന്നായി അലങ്കരിക്കണം. പിന്നിടുക. കൈകളിലും കാതിലുകളിലും ആഭരണങ്ങൾ ഇടുക. ഇവയെല്ലാം സ്വദേഹത്തു നിന്ന് അകലാനിട വരുത്തരുത്. മോശമായിരിക്കുന്ന സ്ത്രീകളോടുകൂടി ഒരിക്കലും അവരെ സഖിമാരാക്കരുത് എന്ന് പറയും. നമ്മളെപ്പോഴും നമ്മളുടെ കൂട്ടുകാരികളാക്കുന്നത് അതുപോലെയുള്ളവരെ ആകാവൂ എന്ന് പറയുന്നു. സതിയായിരിക്കുന്ന സ്ത്രീ ഉരൽ, ഉലക്ക, ചൂല്, അമ്മിക്കല്ല്, തിരിക്കല്ല്, വാതിൽപ്പടിമേൽ താഴെ കിടക്കുന്ന തടികഷ്ണം ഇവ ഒരിക്കലും അതിലൊന്നിലും ചെന്നിരിക്കരുത് എന്നാണ് പറയുന്നത്. ഇപ്പം പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഒരിടത്തും ഒറ്റയ്ക്ക് നിൽക്കരുത്. ഒരിക്കലും നഗ്നയായി കുളിക്കരുത്. ഒരു സമയത്തും മതപഠിക്കുമ്പോൾ ഇരിക്കരുത്. അവയിൽ ഒരിക്കലും ഇരിക്കരുത്. മൈഥുന സമയത്തല്ലാതെ ഒരു സമയത്തും ഭർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ ഇടം കാണിക്കരുത്. ഭർത്താവ് ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ ഭാര്യയും ഇഷ്ടപ്പെടണം. പതിവ്രതയായിരിക്കുന്ന ദേവി ഭർത്താവിൻ്റെ ഇഷ്ടം ആഗ്രഹിക്കുന്നവളായിരിക്കുന്നു. അവൾ ഭർത്താവിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കണം. ഭർത്താവിൻ്റെ മുഖത്ത് വിഷാദത്തിൻ്റെ ഛായ കണ്ടാൽ അത് സ്വയം വിഷാദത്തിലാണ് എന്ന് അതെ, വിഷാദത്തിലാകണം. അതുപോലെ തന്നെ പ്രിയതമനായിരിക്കുന്ന ഭർത്താവിനോട് തന്നോട് കൂടുതൽ സ്നേഹമുണ്ടാക്കുന്ന വിധത്തിൽ പെരുമാറണം. അതെ, പെരുമാറണം. പുണ്യാത്മാവായിരിക്കുന്ന പതിവ്രത സമ്പത്തിലും ആപത്തിലും ഭർത്താവുമായി ഏകമയി ഭാവത്തോടുകൂടി പെരുമാറണം. സ്വമനസ്സിൽ ഒരിക്കലും വികാരമുണ്ടായാൽ ഇടവരുത്തരുത്.
എപ്പോഴും ധൈര്യമായിരിക്കണം. നെയ്യ്, ഉപ്പ്, എണ്ണ മുതലായവ തീർന്നു പോയാൽ പതിവ്രതയായ സ്ത്രീ ഭർത്താവിനോട് ചാടിക്കയറി അത്യാവശ്യ വസ്തു ഇല്ല എന്ന് പറയരുത്. ഭർത്താവ് സ്വസ്ഥമായിരിക്കുമ്പോൾ അത് പറയാവൂ. അത് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞത് ഇതിൻ്റെ മാത്രം പേരെന്നുള്ളതല്ല. എന്തെങ്കിലും വീട്ടിൽ സാധനങ്ങളില്ല എങ്കിൽ വിളിച്ച് അത് ഇങ്ങോട്ട് വരുമ്പോൾ അതുകൂടെ എടുത്തുകൊണ്ട് വരണം, ഇതെടുത്തുകൊണ്ട് വരണം, ബഹളമാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. പതിവ്രതയായിരിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഒരാൾ മാത്രമാണ്. ബ്രഹ്മ, വിഷ്ണു, ശിവന്മാരെക്കാൾ അധികമായി മാനിക്കപ്പെടുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഭർത്താവ് ശിവൻ തന്നെയാണ്. ഭർത്താവിൻ്റെ ആജ്ഞ ലംഘിച്ച് വ്രതം, ഉപവാസം തുടങ്ങിയവ അനുഷ്ഠിക്കുന്നവൾ ഭർത്താവിൻ്റെ ആയുസ് ഇല്ലാതാക്കുന്നവളാണ് എന്ന് അറിയണം. മരണശേഷം നരകത്തിൽ പോവുകയും ചെയ്യും. ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് കടുത്ത സ്വരത്തിൽ മറുപടി കൊടുക്കുന്നവൾ ഗ്രാമത്തിൽ പെൺപട്ടിയായും കാട്ടിൽ പെൺകുറുനരിയായും പിറക്കും. നമ്മുടെ നാട്ടിലൊക്കെ പെൺപട്ടി പോകുമ്പോൾ കണ്ടോണം ഇതാരായിരുന്നു എന്നുള്ളത്. സ്ത്രീ ഭർത്താവിൽ നിന്നും ഉയർന്ന സ്ഥലത്ത് ഇരിക്കരുത്. ദുഷ്ടപുരുഷന്റെ അടുക്കൽ പോകരുത്. ഭർത്താവിനോട് ഒരിക്കലും പേടിപ്പെടുത്തുന്ന വാക്കുകൾ പറയരുത്. ആരെയും നിന്ദിക്കരുത്. കലഹം അകലെ വെടിയണം. ഗുരുജനങ്ങളുടെ അടുക്കൽ ഉച്ചസ്വരത്തിൽ സംസാരിക്കരുത്. ഉറക്കെ ചിരിക്കരുത്. വെളിയിൽ നിന്നും ഭർത്താവ് വരുന്നത് കണ്ട് പെട്ടെന്ന് അന്നം, ജലം, ഭക്ഷ്യവസ്തു, താമ്പൂലം, വസ്ത്രം മുതലായവ കൊണ്ട് സന്ദർഭാനുസരണം അദ്ദേഹത്തെ പരിചരിക്കണം. അദ്ദേഹത്തിൻ്റെ 2 പാദങ്ങളും തടവിക്കൊടുക്കുന്നവൾ, ഭർത്താവിനോട് മധുരമായി സംസാരിക്കുന്നവൾ, ഭർത്താവിൻ്റെ ഖേദം പോകുമാറ് മറ്റു പല ഉപായങ്ങൾ കൊണ്ട് സന്തോഷപൂർവ്വം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നവൾ, 3 ലോകങ്ങളെയും തൃപ്തവും സന്തുഷ്ടവുമായിരിക്കുന്നവളും, അച്ഛൻ, സഹോദരൻ, പുത്രൻ എന്നിവർ ഒരളവ് വരെ സുഖം നൽകുന്നു. എന്നാൽ ഭർത്താവ് അളവില്ലാതെ സുഖവും നൽകുന്നു എന്ന് പറയുന്നു. ടീച്ചർ എന്താ പറ്റി അയ്യോ എന്ന് പറഞ്ഞേ? അതിനാൽ സകലതും വെടിഞ്ഞ് ഭർത്താവിനെ മാത്രം ആരാധിക്കേണ്ടതാണ് എന്ന് പറയുന്നു. സ്വഭർത്താവിനെ വെടിഞ്ഞ് ഏകാന്തതയിൽ വിഹരിക്കുന്ന ദുർബുദ്ധിയായിരിക്കുന്ന സ്ത്രീ മരണപ്പൊത്തിൽ കിടക്കുന്ന ക്രൂരയായിരിക്കുന്ന പെൺമൂങ്ങയായി തീരും. അന്യപുരുഷനെ കടാക്ഷപൂർണമായിരിക്കുന്ന ദൃഷ്ടിയോടുകൂടി നോക്കുന്നവൾ കോങ്ങണ്ണുള്ളവളായി തീരും. ഭർത്താവിനെ വിട്ടൊറ്റയ്ക്ക് മധുരപലഹാരങ്ങൾ തിന്നുന്നവൾ ഗ്രാമത്തിൽ പെൺപന്നിയായി തീരും. അഥവാ പെൺപന്നിയ അല്ലെങ്കിൽ എന്തായി പെണ്ണാടായി സ്വന്തം മലം ഭക്ഷിക്കും. ഭർത്താവിനെ നീയെന്ന് പറഞ്ഞ് സംസാരിക്കുന്നവൾ ഊമയായി മാറും. സപത്നിമാരോട് ഈർഷ കാട്ടുന്നവൾ സപതിയോട് ഈർഷ കാട്ടുന്നവൾ ദുർഭാഗ്യവതിയായി തീരും. ഭർത്താവിനെ കണ്ണുവെട്ടിച്ച് പരപുരുഷനെ നോക്കുന്നവൾ ഒറ്റക്കണ്ണിയും കോടിയ മുഖമുള്ളവളും വിരൂപയുമായി തീരുന്നു. ജീവനില്ലാത്ത ശരീരം ആവുന്നതുപോലെ ശരീരം അല്ലെങ്കിൽ ശവം അപവിത്രമാകുന്നത് പോലെ ഭർത്താവില്ലാത്തവൾ നല്ലപോലെ കുളിച്ചാലും അപവിത്രയായി തീരും. ആരുടെ വീട്ടിലാണോ പതിവ്രതയായിരിക്കുന്ന ദേവി വസിക്കുന്നത് ലോകത്തിൽ ആ മാതാവ് ധന്യയാണ്. അവളുടെ ജഗന്മാതാവായ പിതാവ് ധന്യനുമാണ്. ആ ഭർത്താവും ധന്യനാണ്. പതിവ്രതയുടെ പുണ്യം കൊണ്ട് അച്ഛൻ, അമ്മ, ഭർത്താവിൻ്റെ കുലത്തിലെ 3 തലമുറകളിലെ ആൾക്കാരും സ്വർഗത്തിൽ ചെന്ന് എത്തുമെന്നാണ്. കുറുനരിയായി ജനിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണോ? അതെ. ഈ ചിലപ്പോ ഇതിൻ്റെയൊക്കെ അവസ്ഥ. എന്നിട്ട് അടുത്തത് പറയുന്നുണ്ട്, സൽഭാവം നശിപ്പിച്ച് ദുർമാർഗത്തിൽ ദുരാചാരികളായിരുന്ന സ്ത്രീകൾ തങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഭർത്താവിനെയും ആ മൂവരെയും വംശത്തെയും അധപ്പതിപ്പിക്കുന്നു എന്നാണ് പറയുക. അവിടുത്തെ ഭൂമി പോലും പാപമില്ലാത്തതും പവിത്രവും ശുദ്ധവുമായി തീർക്കുവാൻ ആദിത്യ ഭഗവാൻ, ചന്ദ്രൻ, വായു ഭഗവാൻ ഇവർ പോലും സ്വയം പവിത്രരാകുന്നതിന് വേണ്ടി മാത്രമാണ്
പതിവ്രതയെ പോലും സ്പർശിക്കുന്നത്. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിന്റെ തായ്തടിയും സൗഖ്യത്തിന്റെ നാരായ വേരും ഭാര്യയാണെന്ന് അല്ലയോ പാർവതി നീ മനസ്സിലാക്കണം. വീടുതോറും സ്വന്തം രൂപത്തിലും സൗന്ദര്യത്തിലും അഹങ്കരിക്കുന്ന സ്ത്രീകൾ, പതിവ്രതയായിരിക്കുന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു നടക്കുന്ന സ്ത്രീകൾ, ഇവരെല്ലാം പിന്നീട് നരകത്തിൽ ഭവിക്കുന്നു എന്നാണ് പറയുക. ഇത്രയെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നിന്നോട് ഇത്രയും കാര്യങ്ങളെല്ലാം വിവരിച്ചു, നീ ശ്രദ്ധയോടും എന്നിൽ പതിവ്രതാഭേവങ്ങളോടും കൂടി വിതരണം സന്തോഷത്തോടു കൂടി നീ കേൾക്കണം. അല്ലയോ ദേവി, പതിവ്രതകളായിരിക്കുന്ന സ്ത്രീകൾക്ക് ഉത്തമ മുതലായി 4 വിധ വ്യത്യാസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവർ തങ്ങളെ സ്മരിക്കുന്ന പുരുഷന്മാരുടെ പാപങ്ങളെ ഇല്ലാതാക്കുന്നു. അവരേതൊക്കെയാണെന്നാണ് പറയുക. നാട്ടിലെ സിനിമാ നടികൾ കേൾക്കട്ടെ. ചേട്ടാ, സിനിമാ നടികൾ മോശക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് അവരുടെ ഒരു ജോലിയാണ്. അതിനേക്കാൾ മോശമുള്ളവർ എത്രയോ പേരുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരും മോശക്കാരല്ല. ഇവ രണ്ടും അവരവരുടേതായിരിക്കുന്ന ഒരു കഴിവുള്ളത് കൊണ്ട്, അവരുടെ വീട്ടിൽ അനുവാദമുള്ളത് കൊണ്ട് ഇറങ്ങുന്നു. നമ്മളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണെങ്കിലും നല്ലൊരു സിനിമയിൽ ചാൻസ് കിട്ടിയാൽ നമ്മൾ വിടും, ഇല്ലേ? നമ്മളുടെ വീട്ടിലെ പെൺകുട്ടിക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവി വന്നാൽ നമ്മൾ വിടും. അതും പോകുന്നതൊന്നും തെറ്റല്ല, മറിച്ച് ഏത് ഭാഗങ്ങളിലും ഏത് ജോലികൾ ചെയ്യുന്നതും തെറ്റല്ല. ഓരോ ജോലിക്കും അതിൻ്റെതായിരിക്കുന്ന എത്രയെത്ര വിലയുണ്ടെന്നറിയാം. ആ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ മക്കൾ ഇതെല്ലാം അറിയണം എന്നാണ് പറയുക. ജോലിയൊന്നും ഇല്ലെങ്കിലും ഇതറിയണം, ജോലി ഉണ്ടെങ്കിലും ഇതറിയണം. 4 തരത്തിലുള്ള സ്ത്രീകളെയാണ് പറയുന്നത്. എങ്ങനെയൊക്കെയാണ്? ഉത്തമ, മധ്യമ, നികൃഷ്ട, അതിനികൃഷ്ട. പതിവ്രതയുടെ 4 ഭേദങ്ങളാണിവ. ഇവയുടെ ലക്ഷണം പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക ഭദ്രേ. ആരുടെ മനസ്സ് സദാസമയവും സ്വപ്നത്തിൽ പോലും ഭർത്താവിനെ മാത്രം ദർശിക്കുന്നു, മറ്റൊരു പുരുഷനെയും കാണാതിരിക്കുന്നു, അവളാണ് ഉത്തമ അഥവാ ഉത്തമ ശ്രേണിയിൽപ്പെട്ട പതിവ്രതയായി പറയപ്പെട്ടിരിക്കുന്നത്. ആരാണോ മറ്റു പുരുഷന്മാരെ സദ്ബുദ്ധിയോടെ, അതായത് അച്ഛൻ, സഹോദരൻ, പുത്രൻ എന്നിവർക്ക് തുല്യമായി പ്രായവ്യത്യാസം അനുസരിച്ച് കാണുന്നത്, അവൾ മധ്യശ്രേണിയിലെ പതിവ്രതയായി പറയപ്പെട്ടിരിക്കുന്നു. അല്ലയോ പാർവതി, ആരാണോ മനസ്സുകൊണ്ട് സ്വധർമ്മത്തെ ചിന്തിച്ചിട്ട് വ്യഭിചാരം ചെയ്യാതെ സദാചാരം മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്നത്, അവൾ നികൃഷ്ട അഥവാ താഴ്ന്ന നിലയിലുള്ള പതിവ്രതയായി പറഞ്ഞിരിക്കുന്നു. ഭർത്താവിനോടുള്ള ഭയത്താലും വംശത്തിനുള്ള കളങ്കം, ചീത്തപ്പേരുണ്ടാക്കുന്ന ഭയത്താലും മോശമായ തലത്തിൽ നിൽക്കുന്ന സ്ത്രീയെ അതിനികൃഷ്ട എന്ന് പറയുന്നു. 4 തരക്കാരായിരിക്കുന്ന പതിവ്രതമാരും സകലരുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നതും അവരെ പതിവ്രതകളാക്കുന്നതുമാണ് അത്രിയുടെ അഥവാ അനസൂയ. ബ്രഹ്മ, വിഷ്ണു, ഭഗവാൻ പോലും അപേക്ഷയനുസരിച്ച് വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് അനസൂയ അടുക്കൽ ചെന്ന കഥ നമുക്കറിയാം, ഇല്ലേ? ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെല്ലാം അനസൂയയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മുലപ്പാൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ, തരാമല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരാൻ പറഞ്ഞു. അടുത്ത് വന്നപ്പോൾ അനസൂയ ഇവരെ തൊട്ടപ്പോൾ ഇവർ 3 പേരും കൊച്ചു കുഞ്ഞുങ്ങളായി മാറി എന്നാണ്. അങ്ങനെ 3 പേർക്കും പാല് കൊടുത്തു എന്നാണ് പറയുക. അതുകൊണ്ട് അല്ലയോ പാർവതി, നീ എന്താണ് ഉത്തമയായിരിക്കുന്ന സ്ത്രീയായി, ഉത്തമ മഹത്വമുള്ളവളായി, ഉത്തമ ഗുണമുള്ളവളായി നീ മാറണം. ഇതെല്ലാം സ്വസ്ഥവും സമാധാനവുപരമായിട്ടാണ് നീ അറിയേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നിന്നോട് ഞാൻ പറഞ്ഞു തരുന്നത് എനിക്ക് നീ മകളായതുകൊണ്ടാണ്, എൻ്റെ മകൾക്ക് തുല്യമായതുകൊണ്ടാണ്. നാളെ നിന്റെ മകൾക്കും നീ ഇതെല്ലാം പറഞ്ഞു കൊടുക്കണം.
അതുകൊണ്ട് ഞാൻ പറഞ്ഞതെല്ലാം നീ നിന്റെ ജീവിതത്തിൽ പ്രായോഗികതയിൽ നീ കൊണ്ടുവരണം. അറിയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികതയിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് നിലയും വിലയും ബലവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ ഇവയെല്ലാം നല്ല നിലയിൽ തിരുമേൻ മറ്റുള്ള കർമ്മങ്ങളും ചെയ്യേണ്ട കുഞ്ഞുങ്ങൾ അവരെയും അമ്മേ ഗീതാമ്മേ, ഗീതാ രാമചന്ദ്രൻ അമ്മേ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് ഒരു മക്കൾ അല്ലെങ്കിൽ 2 മക്കൾ, പണ്ട് 7, 8, 10 മക്കൾ ഉണ്ടായിരുന്നു. ഇവരെയെല്ലാം നന്നായിട്ടല്ലേ നമ്മുടെ മാതാപിതാക്കൾ വളർത്തിയത്? ഒരു കുറവും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഉണ്ടോ? ഒരു കുറവും ഉണ്ടാക്കിയിട്ടല്ല അവർ വളർത്തി വലുതാക്കി നല്ല കഴിവും തൻ്റെടവും പ്രാപ്തിയുമുള്ളവരാക്കിയത്. ഇതെല്ലാം സാധിക്കപ്പെട്ടില്ലേ? നമ്മൾ മറ്റൊരു ജോലിക്ക് പോകരുതെന്നോ സ്ത്രീകൾ മറ്റൊരു ജോലിക്ക് പോകരുതെന്നോ അതൊന്നുമല്ല ഇവിടെ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ചെയ്യാം. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭർത്താവുമായി ഒരു ന്യായവും മര്യാദയും ഉണ്ടാകണമെന്നാണ് പറയുന്നത്. പരസ്പരം എപ്പോഴും ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് ചേർന്നിരുന്നു കൊണ്ട് നല്ല തലത്തിൽ. അതുകൊണ്ടാണ് 4 വിധത്തിലുള്ള സ്ത്രീകളെ ഇവിടെ അവസാനം പറഞ്ഞത്. ഉത്തമയെന്നും മധ്യമയെന്നും നികൃഷ്ടയെന്നും അതിനികൃഷ്ടയെന്നും. മോശക്കാരി എന്നല്ല പറഞ്ഞത്. അപ്പം 4 തലത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മൾ 4 തലത്തിൽ ഏറ്റവും ഉത്തമയായിരിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരു ജോലിക്ക് പോയത് കൊണ്ട് മോശമായിരിക്കുന്ന തലമൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന തലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ മക്കൾ നല്ല സ്വഭാവ ഗുണമുള്ള, ശുദ്ധരായിരിക്കുന്ന, സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കുന്ന നല്ല മക്കളായി അവർ വളരണം. വേണ്ടേ? അവർ നന്നായി വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. പ്രായമാകുന്ന കാലത്ത് മക്കളെ ഓർത്ത് പരിതപിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ മാതാപിതാക്കളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. പലപ്പോഴും പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ പുസ്തകം എടുത്തൊന്ന് വായിച്ചു നോക്കാൻ. പലർക്കും ഇത് ഞാൻ എടുത്ത് വാട്സപ്പിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് വായിക്കാൻ. അതിൽ പലരും വായിച്ചിട്ട് ഇതിലൊന്നുപോലും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാം, പരീക്ഷയ്ക്ക് തോറ്റത് പിന്നെന്തുകൊണ്ടാണ്? ഈ ചോദ്യപേപ്പർ മോഡൽ ക്വസ്റ്റ്യൻ അയച്ചു കൊടുത്തിട്ടുണ്ട്, ഇതിലേതെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ ഇതിലൊന്നും എനിക്കറിയത്തില്ല. പിന്നെ പരീക്ഷയ്ക്ക് തോറ്റില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊരു പക്ഷെ പ്രായോഗികമായിട്ട് ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഇതൊന്നും പറ്റിയില്ലെന്നൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷെ ഇത് ഓരോന്നിനെയും നമുക്ക് ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവയെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇതൊന്നും വലിയ പ്രയാസകരമായി, ഭർത്താവ് വിളിച്ചാൽ അടുത്ത് ചെല്ലുക, അതൊന്നും വലിയ പ്രയാസകരമായിരിക്കുന്ന കാര്യങ്ങളല്ല. ആദ്യം ഇതിനെല്ലാം തുടക്കത്തിൽ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആദ്യം വണ്ടി ഓടിക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴും സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ടോപ്പ് ഗിയറിൽ ഇട്ട് വരുമ്പോഴത്തേക്ക് മക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് ഇങ്ങനെ പോകാം. അപ്പം അങ്ങനെ പോകണമെങ്കിൽ ആദ്യമൊക്കെ നമുക്കൊരിച്ചിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ പ്രയാസ സമയത്തിലാണ് നമ്മൾ മാതാപിതാക്കൾ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങ് തുടങ്ങും ബഹളമാണ്. നീ അതൊന്നും വകവെച്ച് കൊടുക്കണ്ട, ഇതൊന്നും വകവെച്ച് കൊടുക്കണ്ട, നിന്നെ ഞങ്ങൾ അതിനു വേണ്ടിയിട്ടൊന്നുമല്ല കഷ്ടപ്പെട്ട് വളർത്തിയത്. പെൺകുട്ടികളെ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചാൽ അവരുടെ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തെ കാണരുത്. അവരുടെ ജീവിതം അവർക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ അവർ അവരുടെ ജീവിതത്തിലെ പലതിനെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകും. ആ ഉപേക്ഷിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനോടൊപ്പം ജീവിക്കട്ടെ. ചില കുറവുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം
സ്വസ്ഥമായ വിധത്തിൽ, നല്ല വിധത്തിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലെ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പറയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഒരുപാട് തിരിച്ചു പറയാൻ, അവർക്ക് ഒരുപാട് ന്യായങ്ങളും മറുപടികളും ഒക്കെ ഉണ്ടാകും. അവരതെല്ലാം നമ്മളോട് പറയട്ടെ. അതെല്ലാം പറഞ്ഞ് അതിൻ്റെ പ്രായോഗികതകളെ തിരിച്ചു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ, ആൺമക്കൾക്കും പെൺമക്കൾക്കും എല്ലാം ഇതെല്ലാം പെൺമക്കളോട് മാത്രമേ പറയാനുള്ളൂ എന്ന് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കും. പെൺമക്കളോട് പറഞ്ഞെങ്കിലേ ഇതുകൊണ്ട് കാര്യമുള്ളൂ. ആൺമക്കളോട് ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ആൺമക്കളെല്ലാം ഈ പറഞ്ഞ വരുന്ന പെൺകുട്ടി ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ആൺമക്കളെ കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന തലങ്ങളിൽ ജീവിതത്തിൽ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാതെ എല്ലാ വിധത്തിലും നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഉള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അതുകൊണ്ടാണ് ഈശ്വരവിശ്വാസമുള്ള കുട്ടികളായിട്ട് വളർത്തുന്നത്. നമ്മൾ ഈശ്വരവിശ്വാസമുള്ള, ഒന്നിനെയും പേടിക്കണ്ടല്ലോ ഇന്നത്തെ കാലത്തെ. ഈശ്വരനെ നമുക്കൊരല്പം പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഈശ്വരനെ പോലും പറയത്തില്ല, ഇന്ദ്രനെയും ബ്രഹ്മനെയും വക വെക്കാത്ത ആളാണെന്നൊക്കെ പറയില്ലേ. ഇന്ദ്രനെയും ബ്രഹ്മനെയും ഒക്കെ ഒന്ന് വക വെക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാവരെയും അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, സമാധാനത്തോടുകൂടി ജീവിക്കുന്നവരായി നമ്മുടെ പെൺമക്കൾ മാറണം. മാറ്റിയെടുക്കണം നമ്മൾ. ഓരോ കാര്യങ്ങളും അതിന് നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം നമ്മളുടെ മക്കളെ. ഇതെല്ലാം നമ്മളുടെ മക്കളെ നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മുടെ കുട്ടികൾ ഇത് കണ്ടു വളരട്ടെ. നമ്മുടെ മക്കൾ ഇതൊന്നും കണ്ടു വളരാതെ നാളെ ഒരിടത്ത് ചെന്നിട്ട് നീ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമ്മളോട് പറയും, ആദ്യം സ്വയം നന്നായിട്ട് മതി ഇപ്പുറത്ത് നടക്കുന്നത്. അച്ഛൻ എന്തെങ്കിലും പറയുമ്പോൾ അച്ഛനോട് ചാടിക്കടിച്ച് സംസാരിക്കുന്ന അമ്മ, അച്ഛനെ പല കാര്യങ്ങൾ പറഞ്ഞു പറ്റിക്കുന്ന അമ്മ, ആ മക്കൾ, ആ അമ്മ പറഞ്ഞാൽ ഏത് മക്കളാണ് കേൾക്കുക? അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉപദേശങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നല്ലതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ മക്കളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളുടെ നല്ല, ശരിക്കും വിവാഹത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പെൺകുട്ടികളോട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. പ്രിയപ്പെട്ട രാജീവൻ വാട്സപ്പ് നമ്പരൊക്കെ ഇട്ടിരിക്കുന്നത് ആരുടെ, എന്തിനാണ് രാജീവ വാട്സപ്പ് നമ്പർ? അപ്പം അതുകൊണ്ട് വെറുതെ നമ്പർ ഇട്ടത് കൊണ്ട് ചോദിച്ചതാണ്. എന്തിനാണ് നമ്പർ ഇടുന്നത്? ഇപ്പം വെറുതെ നമ്മൾ നമ്പർ ഇട്ടുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല വിധത്തിൽ നന്മയുള്ളവരായി മാറപ്പെടുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യവും നന്മകളും ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകുന്ന ഒരു നല്ല രാത്രിയായി മാറട്ടെ. വൈകിട്ട് ചെന്ന് കിടക്കുമ്പോൾ സന്തോഷമായിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഭർത്താവിനോട് ഇത് പറഞ്ഞിട്ട് കേട്ട കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടികളും നമുക്ക് കേൾക്കാമല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ ചില എതിർപ്പുകളൊക്കെ ഉണ്ടാകാം. ചില കാര്യങ്ങളിലൊന്നൊക്കെ നമുക്ക് ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം. അതൊന്നും എന്നോടല്ല യോജിക്കരുതാത്തത്, ശിവപുരാണത്തിനോടായിരിക്കാം. ഞാനിതിൽ ഒരു മീഡിയേറ്റർ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും 10:30 ആവുന്നില്ലേ, എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി ഒരിക്കൽ കൂടി നേരുന്നു. എല്ലാവർക്കും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് നാളെ കാണാം. ശുഭരാത്രി. നമസ്കാരം.